السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഉംറ എന്നുള്ള ആ മഹത്തായ ഒരു സൽക്കർമ്മത്തിന് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല അമൂല്യമായ ഒരു അവസരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തോടെ സംശുദ്ധമായ ഉംറകൾ ചെയ്ത് തിരിച്ചു വരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആ നിഅമത്തിനെ കുറിച്ച് നമ്മൾ ആദ്യമേ സ്വന്തമായി മനസ്സിലാക്കി അതിന് നമ്മൾ റബ്ബിനെ ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹ് തന്ന നിഅമത്ത് അതിൻ്റെതായ രൂപത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നിൻ്റെ യുഗത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ പേരുണ്ട് അള്ളാഹിൻ്റെ ഹറം ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്നവർ. എത്രയോ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പോയിട്ട് ഇനിയും പോകണം എന്ന് ആഗ്രഹിച്ചവർ ഒരുപാട്. എന്നാൽ ഇതുവരെ അള്ളാഹിന്റെ ഹറമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവേ, പരിശുദ്ധമായ ഹറമിലേക്ക് വഴികൾ അടുപ്പിക്കണേ എന്ന് കാലങ്ങളായി ദുആ ചെയ്യുന്നു. പക്ഷേ അവരിൽ പലരും അവിടെ എത്തുന്നില്ല. എത്താനുള്ള വഴികളിലേക്ക് അവർക്ക് അടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മുടെ കിഴിശ്ശേരിക്കാരിയായ ഒരു സഹോദരി ഒരിക്കൽ പറഞ്ഞൊരു അനുഭവം. ഉസ്താദേ, ഞാൻ അയൽപക്കത്തുള്ള വീടുകളിലൊക്കെ പാത്രം കഴുകി, അതുപോലെ തന്നെ വീടുകളിലെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പോയിട്ടൊക്കെ ഞാൻ സ്വരൂപിച്ചു വെച്ച ഒരു 30,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. പരിശുദ്ധമായ ഉംറ എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. എൻ്റെ കയ്യിലാണെങ്കിലോ 30 രൂപയുള്ളൂ. എന്താ ചെയ്യാ? ആ സഹോദരിയോട് ഞാൻ അന്ന് പറഞ്ഞു, ഒരു വർഷം മുമ്പാ നിങ്ങൾ ആ ഉള്ള ക്യാഷും പാസ്പോർട്ടും കൊടുത്തിവിടെ ഏൽപ്പിക്കും. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചൊല്ലാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു വഴികൾ തുറന്നു തരും എന്ന് പറഞ്ഞു. ആ ഇത്താത്ത അന്ന് ഫോൺ വെച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറയാ, ഉസ്താദേ, ഞാൻ ഇന്ന് ജോലിക്ക് പോയി വന്നപ്പോ എൻ്റെ വീട്ടില് ഞാൻ എടുത്തു വെച്ചിരുന്ന ആ ക്യാഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ മോൻ പോയി മൊബൈൽ വാങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞു, ഇന്നും ആ ഇത്താത്താക്ക് അള്ളാഹിന്റെ ഹറമിലേക്കുള്ള വഴികളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, അള്ളാഹുവിന്റെ തൗഫീഖ് എന്നുള്ളത് വലിയ അത്യാവശ്യമായ ഒന്നുമാണ് ഈ പരിശുദ്ധമായ ഉംറക്ക്. എത്രയോ പേരുണ്ട്, സാമ്പത്തികമുണ്ട്, എന്നാൽ അള്ളാഹിന്റെ ഹറമിലെത്താത്തവരുണ്ട്. ആരോഗ്യമുണ്ട്, എന്നാൽ അള്ളാഹിന്റെ ഹറമിലെത്താത്തവർ. എനിക്ക് തന്നെ വേണ്ടപ്പെട്ട, നമുക്കറിയാവുന്ന പലരെയും അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്, സാമ്പത്തികവുമുണ്ട്, ആരോഗ്യവുമുണ്ട്. എന്താണ് ഹബീബി പരിശുദ്ധമായ ഉംറക്ക് പോവേണ്ടേ ചോദിക്കുമ്പോൾ, അത് സമയമായിട്ടില്ല ഉസ്താദ്, സമയമായിട്ടില്ല. എന്താണ് ആ സമയമാവാത്തത്? തൗഫീഖ് എത്തിയിട്ടില്ല എന്നർത്ഥം. എന്നാൽ സാമ്പത്തികപരമായി എല്ലാ നിലക്കും സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു, ആരോഗ്യപരമായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പരിശുദ്ധമായ ഉംറക്കെല്ലാം തയ്യാറായി അവസാനം പോകുന്നതിൻ്റെ മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ഉപ്പ, എൻ്റെ ഉംറ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, ഉപ്പ ഒരുപാട് കാലം പരിശുദ്ധമായ ഉംറയെ ആഗ്രഹിച്ചവരായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ, പരിശുദ്ധമായ ഹറം ഒന്ന് കാണിച്ചു തരണേ. ഉപ്പ പലപ്പോഴും കരഞ്ഞ് ദുആ ചെയ്യുന്നത് നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉപ്പയുടെ ആഗ്രഹം അങ്ങനെ കുന്നുകൂടി ഒരു കുന്നോളമായപ്പോ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഉപ്പയുടെ ശിഷ്യനാവുന്ന ഒരു സഹോദരൻ ഉപ്പയെ പരിശുദ്ധമായ ഹറമിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അന്ന് നമ്മുടെ ഹസന ഉംറ സർവീസ് ഒന്നുമില്ല.
അങ്ങനെ ഉപ്പ വല്ലാത്ത സന്തോഷവാനായി. അന്നു മുതൽ ഉപ്പാക്ക് ആ ശിഷ്യന്റെ വകരൊരു ഉംറയുണ്ട് എന്ന് അറിഞ്ഞ അന്നു മുതൽ പ്രിയപ്പെട്ട ഉപ്പ കാണുന്ന എല്ലാവരോടും പറയും, ഞാൻ അള്ളാന്റെ ഹറമിലേക്ക് പരിശുദ്ധ ഉംറക്ക് പോവാണ്, നിങ്ങൾ ദ്വാരക്കാണട്ടാം. ഈ എല്ലാവരും എന്ന് പറഞ്ഞ ആരൊക്കെയാ? ചെറിയ കുഞ്ഞുങ്ങളോട് വരെ അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ എന്തിനാ അവരോട് പറയുന്നത് നമ്മൾ ചിന്തിക്കില്ല. അദ്ദേഹം എന്തായി, ഉപ്പ ചെറിയ കുഞ്ഞുങ്ങളോട് വരെ പറയും, എല്ലാവർക്കും പറയും. ആ സമയത്തായിരുന്നു, അവരുടെ ഉംറയുടെ മുമ്പായിരുന്നു അയൽവാസിയായ സുഹൃത്ത് പരിശുദ്ധമായ ഉംറക്ക് പോയി വന്ന് അവരോട് പോയി പരിശുദ്ധമായ ഹറമിനെ കുറിച്ചെല്ലാം ചോദിച്ച്, വലിയ ഒരു ദാഹം പോലെ എല്ലാം ചോദിച്ച് പഠിക്കലും അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. ഉപ്പ പണ്ഡിതനായിരുന്നു. പക്ഷേ പോയി കണ്ട ഒരാളുടെ അനുഭവങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ട് ആ സുഹൃത്തിനോട് ഉപ്പ പറഞ്ഞു, നിങ്ങൾ അള്ളാന്റെ ഹറമിൽ ഉപയോഗിച്ച ഇഹ്റാം വസ്ത്രം ഒന്ന് ഞമ്മക്ക് തരുമോ? ഉപ്പാക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ല, ഒരിക്കൽ അള്ളാന്റെ ഹറമില് പോവാൻ ഭാഗ്യം ലഭിച്ച ഇഹ്റാമിന്റെ പവിത്രമായ വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ടാവണം ഉപ്പാക്ക് പരിശുദ്ധമായ ഹറമിലേക്ക് പോവാൻ. ആ ഒരു വലിയ സ്വപ്നം, അതും കൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ചോദിച്ചു, വാങ്ങി. അങ്ങനെ ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി നിൽക്കുകയായിരുന്നു. പരിശുദ്ധമായ ഉംറക്ക് ഉപ്പാക്ക് അവസരം കിട്ടിയപ്പോ ഉമ്മാക്കും കൂടെ നമ്മളെല്ലാവരും കൂടി സംഘടിപ്പിച്ചൊരു അവസരം റെഡിയാക്കി. അങ്ങനെ ഉപ്പയുടെ വലിയ സ്വപ്നമായിരുന്ന, ഉപ്പാക്ക് തന്നെ അള്ളാന്റെ ഹറമിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് പ്രതീക്ഷ ഇല്ലാത്തൊരു സമയത്ത് ശിഷ്യൻ കൊണ്ടുപോകാൻ തയ്യാറായപ്പോ ഉപ്പയുടെ കൂടെ പ്രിയപ്പെട്ട ഉമ്മാക്കും കൂടെ അവസരം ഒരുക്കി. എല്ലാം വലിയ സന്തോഷത്തിലാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ആകെയുള്ളത് 6 ദിവസമാണ് പരിശുദ്ധമായ ഉംറക്കുള്ളത്. പ്രഭാത സമയമായി ഉപ്പാക്ക് നെഞ്ചുവേദന വന്നു. ഉപ്പാനെയും കൊണ്ട് മഞ്ചേരിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടി. പോകുന്ന വഴിയിൽ പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഉപ്പ ഉമ്മയുടെ നെറ്റിത്തടങ്ങളിൽ ഒരു ചുംബനം കൊടുത്തുകൊണ്ട്, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കരിമ ചൊല്ലിക്കൊണ്ട് ഉപ്പ വെരിഞ്ഞു പോയി. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് ഉപ്പയുടെ ഖബറും അള്ളാഹ് വിശാലമാക്കുമാറാവട്ടെ, ഉപ്പയുടെ ബർസഖിയ ജീവിതം അള്ളാഹ് റാഹത്തിലാക്കുമാറാവട്ടെ. ഒരുപാട് കാലം സ്വപ്നം വെച്ചിരുന്ന ഉപ്പയായിരുന്നു. സമ്പത്ത് കൊടുക്കാൻ ആള് റെഡിയായി. ഉപ്പാക്ക് അതുവരെ ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമില്ല. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാ ഞാൻ പറഞ്ഞത്, റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹത്തെ നമ്മൾ ആദ്യം സ്വന്തമായി മനസ്സിലാക്കി അതിന് റബ്ബിനോട് ശുക്ർ ചെയ്താലേ അള്ളാന്റെ ഹറമിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പോഴും നമ്മൾ അള്ളാന്റെ ഹറമിലേക്കുള്ള വഴികളിലേ എത്തിയിട്ടുള്ളൂ, പരിശുദ്ധമായ ഹറമിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ ദ്വാരക്കണം, അല്ലാഹുവേ എന്റെ ഹറമിലേക്കുള്ള യാത്രയിൽ യാതൊരു തടസ്സവും ഉണ്ടാക്കരുത് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യലേ പരിഹാരമുള്ളൂ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ എല്ലാം കൂടെ പറയേണ്ട സമയവും സാഹചര്യവുമല്ല ഞാനിത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു ആ വഴിയിലേക്ക് അടുക്കാനുള്ള അവസരം തന്നു. അള്ളാഹ് ഇങ്ങനെയുള്ള ഒരു നിഅമത്ത് തന്നതിനെ നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കാത്തവരായി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മളാണ് ഏറ്റവും വലിയ ഹതഭാഗ്യൻ. ആ വഴിയിലേക്ക് അടുക്കാത്തവർക്ക് അതിനെ തൗഫീഖ് കിട്ടിയിട്ടില്ല എന്ന് പറയാം. എന്നാൽ അടുക്കാൻ അള്ളാഹ് തൗഫീഖ് തന്നിട്ട് അത് വേണ്ടതുപോലെ വിനിയോഗിച്ചില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തീരാ നഷ്ടമാണ്. എന്താണ് ഈ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു നമുക്ക് അള്ളാന്റെ ഹറമിലേക്ക് പോകാനുള്ള വഴികൾ എളുപ്പമാക്കി. എന്നാൽ പരിശുദ്ധമായ ഉംറ അല്ലെങ്കിൽ പരിശുദ്ധമായ ഹജ്ജ് ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു മുഅ്മിനിനെ കുറിച്ച് മഹാന്മാര് പറയുന്നതായി കാണാം. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത് അത്ര സംശുദ്ധമായിരിക്കും നല്ല റാഹത്തുള്ള ഉംറ ചെയ്ത ഒരു മുഅ്മിനിന് എന്ന് പറഞ്ഞ ഒരു ഉംറ മതി നമുക്ക് ആഖിറം വിജയിക്കാൻ. അത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്തൊക്കെ ഉംറ എന്നത് ട്രെൻഡായി മാറിയ കാലമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴുള്ള അനുഭവം എന്താ? നമ്മൾ അയൽവാസിയാവുന്ന നഫീസ പോകുന്നുണ്ട്, ഇപ്പുറത്തുള്ള ബീപ്പാത്തൂക്ക് എന്താണ് വല്ലാത്ത വിഷമം,
ഓള് വരെ പോയി. ഇപ്പൊ ഞാൻ എന്നാ പോവാ? അള്ളാന്റെ ഹറമ് ഓള് പോയത് കണ്ടു പോവാണല്ലോ. അള്ളാന്റെ ഹറമ് നമ്മൾ ദുആ ചെയ്ത് നേടിയെടുക്കാണ്ട. അപ്പൊ അവിടെ ചിന്ത മാറിപ്പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ. അള്ള തന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. ഇതിനെ നമ്മുടെ നിയ്യത്തിൽ ഒരു കരട് കുടുങ്ങിക്കഴിഞ്ഞാ നമ്മൾ ചെയ്യുന്ന അമലൊക്കെ റൂട്ട് മാറിപ്പോയി. കാരണം അള്ള നോക്കണെടുക്ക നമ്മളെ ഈ സംഘത്തിനല്ല അള്ള നോക്കുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ ഹറമിലേക്ക് എത്തിയോന്നല്ല നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാ. അതുകൊണ്ട് സംശുദ്ധമായ ഹൃദയത്തിന്റെ വാക്താക്കളാവണം നമ്മൾ. ആമുഖമായി ഞാൻ പറയാ, എന്നാലേ പ്രിയമുള്ളവര് നമ്മൾ ഈ ക്യാഷ് എല്ലാം മുടക്കുന്നതിന് ഒരു കാര്യമാവുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ തന്നെ ഹസന സിയാറയിൽ 66,000 രൂപയ്ക്ക് ഉംറക്ക് പോയ കാലം ഓർമ്മയുണ്ട്. ആ ഒരു സ്റ്റേജിലായി ഇന്ന് 90ന് മുകളിലെത്തിയ റേറ്റ്. എന്നിട്ടും നമ്മൾ ഇത്രയൊക്കെ ക്യാഷ് മുടക്കി പോവാൻ തയ്യാറാവുമ്പോ നമ്മുടെ നിയ്യത്തുകൾ എവിടെയെങ്കിലും കരട് കുടുങ്ങിയ നാളെ നമ്മൾ മഹ്ശറയിൽ ചെല്ലുമ്പോ നമുക്കാകെയുള്ള സമാധാനം നമ്മളെ ചെയ്ത അമലുകളായിരിക്കും. പക്ഷെ ആ സമയത്ത് വെള്ളത്തിൽ എഴുതിയതുപോലെ നഷ്ടപ്പെട്ടു പോയ ഒരു ഹതഭാഗ്യനിൽ നമ്മൾ പെട്ടുപോയി എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന നമുക്ക് തീരില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മെല്ലാവരും നിയ്യത്ത് റെഡിയാക്കണം. റെഡിയാക്കില്ലേ എല്ലാവരും? അപ്പൊ എന്താ നിയ്യത്ത് വെക്കേണ്ടത്? എൻ്റെ റബ്ബിന്റെ പ്രീതിയാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഒരുപാട് കാലം എൻ്റെതായ സൗകര്യം പോലെ ജീവിച്ചില്ലേ, ഇനി കുറച്ചു കാലം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എൻ്റെ ജീവിതം ഒന്ന് മാറ്റാൻ അള്ള എനിക്ക് തൗഫീഖ് തന്നില്ലേ. കഴിഞ്ഞ കാലമത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മോശങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ഹറാമുകൾ ഞാൻ അറിയാതെ കണ്ടുപോയിട്ടുണ്ട്. എൻ്റെ നാവുകളെ കൊണ്ട് പലരുടെയും പല ദൂഷണം പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കാൻ എൻ്റെ റബ്ബ് എനിക്ക് തന്ന വലിയ അമൂല്യമായൊരു അവസരമാ. ഈ അവസരത്തെ ഞാൻ വേണ്ടതുപോലെ വിനിയോഗിക്കണം. അതിൻ്റെ ഒന്നാം ഘട്ടം എൻ്റെ നിയ്യത്ത് റെഡിയാക്കുക എന്നുള്ളതാ. അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തമായിരിക്കണം പരിശുദ്ധമായ ഉംറക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നിയ്യത്ത് എല്ലാവരും റെഡിയായിക്കോളെ. ഇപ്പൊ തന്നെ എല്ലാവരും നിയ്യത്ത് റെഡിയായിക്കോളി. റെഡിയല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഉംറയുടെ ഒരു റൂട്ട് ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മൾ പോയിട്ട് ഇങ്ങനെ അള്ളാന്റെ ഹറമിൽ പോയി ഒരു ഉംറൊക്കെ മനസ്സുകൊണ്ട് ചെയ്ത് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വൃത്തിപോലെ പറഞ്ഞു കേട്ടാ. ഇനി നമ്മൾ ഉംറക്ക് ഇപ്പൊ നമ്മൾ എല്ലാവരും റെഡിയായി, നിയ്യത്ത് ആദ്യം റെഡിയാക്കി. രണ്ടാമത് പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാമ്പത്തികം. പരിശുദ്ധമായ ഉംറയിലേക്ക് ഉപയോഗിക്കുന്ന സാമ്പത്തികം 100% ഹലാലായിരിക്കണം എന്നാ. അതായത് 90% അല്ല, 100% ഹലാലാവണം. അപ്പൊ അല്ലെങ്കിൽ 99% അല്ല. ഇത് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും നമുക്ക് ഉംറക്കുള്ള ക്യാഷ് തരിക, അല്ലെങ്കിൽ ഭർത്താവിന്റെ ക്യാഷ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആ ക്യാഷ് മക്കളാണ് തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവാണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മകനിക്ക് എൻ്റെ ഭർത്താവിന് ഈ പൈസ വന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ല എങ്കിൽ, ഒരു പക്ഷേ ഭർത്താവ് ഒട്ടിക്കൊടുക്കുന്ന ആളാണെങ്കിൽ അള്ളാഹു കാക്കട്ടെ, ഞാൻ നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞതാ. അല്ലെങ്കിൽ മകന്റെ ബിസിനസ്സുകൾ മകന് കളങ്കം കളിക്കുന്നുണ്ടെങ്കിൽ, അന്യവനെ പറ്റിക്കുന്ന സംവിധാനമാണെങ്കിൽ ആ ഫണ്ട് ഹറാമായ ക്യാഷാണ്. ആ പൈസ കൊണ്ട് നമ്മൾ ഉംറക്ക് പോയിട്ട് കാര്യമില്ല. അള്ളാഹ്ക്ക് ആവശ്യമില്ല നമ്മുടെ ഉംറ. അതുപോലെ തന്നെ പലപ്പോഴും പലയിടങ്ങളിലും കാണാറുള്ള ഒരു പ്രവണതയാണ് ഉള്ള ഗോൾഡ്. ഇന്നിപ്പം ഗോൾഡ് ഒരു പവനിക്ക് തന്നെ അത്യാവശ്യം ക്യാഷ് കിട്ടും. പക്ഷെ ആ ഒരു പവൻ വിൽക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും എന്താ വിഷമോ, അത് പലരും എന്ത് ചെയ്യും, അത് കൊണ്ട് പണയം വെക്കാം. ഇങ്ങനെ പണയം വെച്ച ക്യാഷുകളൊന്നും പരിശുദ്ധമായ ഉംറക്ക് ഉപയോഗിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ശുദ്ധിയായ ക്യാഷ് ആയിരിക്കണം. ഇത് നമ്മൾ അഥവാ നമ്മുടെ ജീവിതത്തിനായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സമയങ്ങളുണ്ട്, നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ശുദ്ധിയായ പൈസ മാത്രമേ ഇതിന് വിനിയോഗിക്കാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് തീരാ നഷ്ടമായി മാറും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇപ്പൊ നമ്മെല്ലാവരും നിയ്യത്ത് റെഡിയാക്കി, സാമ്പത്തികം റെഡിയാക്കില്ലേ? നിങ്ങളെല്ലാവരും ദേഷ്യം പിടിച്ചു. ഓക്കെ, അപ്പോ നമ്മൾ സാമ്പത്തികം റെഡിയാക്കില്ലേ? ഇനി നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ നമ്മൾ പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്ന വഴികളിൽ നമ്മൾ കേട്ടാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, പരിശുദ്ധമായ ഉംറ ചെയ്തൊരു ഉമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവന് ആ ഉമ്മയുടെ ഗർഭാശയത്തിന് പുറത്തേക്ക് വരുമ്പോൾ പറഞ്ഞല്ലോ, അത്ര ശുദ്ധിയായ ജീവിതം ആർക്കാണ് ലഭിക്കുക എന്നുള്ളതാണ്. അതായത്
അടിമയും ഉടമയും തമ്മിലുള്ള എല്ലാ പ്രശ്നവും അള്ളാഹു പൊരുത്തപ്പെടും. ഉംറ കഴിഞ്ഞാൽ അടിമയും ഉടമയും, അതായത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ഹറാമായി കണ്ടതുണ്ടെങ്കിൽ അള്ളാഹ് പൊരുത്തപ്പെടും. ഒരാൾ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, ഒക്കെ അള്ളാഹ് പൊരുത്തപ്പെടും. പക്ഷേ അടിമയും ഉടമയും തമ്മിലുള്ള എല്ലാം അള്ളാഹ് പൊരുത്തപ്പെടും. പക്ഷെ അടിമയും തമ്മിലുള്ളത് അള്ളാഹു പൊരുത്തപ്പെടില്ല. ഇവിടെയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. അയൽവാസികളുമായി കാലങ്ങളായി പിണങ്ങി നിൽക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അമ്മായിമ്മ മരുമകൾ കാലങ്ങളായി എന്തോ നിസ്സാരമായ കാര്യത്തിന് മിണ്ടാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കാലങ്ങളായി മിണ്ടാത്തവരുണ്ടാവാം. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹറമിലേക്കാ പോകുന്നത്. അത് 100% നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കണം. ഇതൊക്കെ മഹാന്മാര് നിങ്ങളെ ഉംറ സ്വഹിയാവാൻ, നിങ്ങളെ ഉംറക്ക് ആ ഒരു കാതലുണ്ടാവാൻ വേണ്ടി പറഞ്ഞെന്ന കാര്യമാണ്. അതായത് വളരെ എളുപ്പത്തിൽ പറഞ്ഞ ഒരു കട്ടൻ ചായ അറിയില്ലേ? അറിയില്ലേ? അത് കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിലേക്ക് ഒരു ചായപ്പൊടി ഇട്ടാൽ തന്നെ കട്ടൻ ചായ ആയി, അല്ലേ? അതേ കട്ടൻ ചായ നമ്മൾ ആലോചിച്ചു നോക്കി, അതിലേക്ക് കുറച്ച് നമ്മളെന്ത് ചെയ്യുക, അതിലേക്ക് ഒരു ബ്രൂ കോഫി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റുള്ള ചായ അല്ലേ? അതിന്റെ ടേസ്റ്റ് മാറിയില്ലേ? അത് മാറി. ഇനി അതിലേക്ക് വന്ന് ഒരു ഏലക്കായം കൂടിയിട്ട് എന്താ ഉപയോഗിച്ചു? ആരും ഇടല്ലേ? ഇടയ്ക്കൊക്കെ പ്രിയതമന്മാർക്ക് ഇട്ടെടുത്തുകൊണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ്. അപ്പൊ ഏലക്കായം ഇട്ട് കഴിഞ്ഞാല് അത് ഒന്നും കൂടി ടേസ്റ്റി ആവും, മനസ്സിലായില്ലേ? അപ്പൊ അതും കൂടി അങ്ങനെയൊക്കെ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചാൽ വേറെ ലെവലായി, അല്ലേ? അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത് ഇതുപോലെ പരിശുദ്ധമായ ഉംറ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വന്ന് ചെയ്യുന്ന ഉംറക്ക് ഉംറയായി. പക്ഷേ ആ ഒരു ഉംറയുടെ ഏറ്റവും നല്ല മൂല്യമായ അവസരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? അങ്ങനെ നമ്മൾ എന്താ നീയത്ത് റെഡിയാക്കി, സമ്പത്ത് റെഡിയാക്കി, അതുപോലെ തന്നെ പൊരുത്തപ്പെടിപ്പിക്കാം, എല്ലാം പൊരുത്തപ്പെടിപ്പിക്കാം. അപ്പോൾ ഒരു അമ്മായിയും മരുമകളും കാലങ്ങളായി പ്രശ്നങ്ങളുണ്ട്. കാരണം അതിന് മാത്രമേ മരുമകളും അമ്മായിമാരെ കാട്ടിണ്ടാവും. എന്നിട്ട് ഉംറക്ക് പോകുമ്പോൾ എന്താ ചെയ്യാ, പൊരുത്തപ്പെടിപ്പിക്കാൻ പോകുമ്പോ അമ്മായിമ്മ നല്ല പ്രശ്നം കിട്ടിയ അവസരമല്ലേ, ഓളിങ്ങോട്ട് എന്തായാലും വരുമല്ലോ, അത് കാണണം. അപ്പോഴാണ് നമ്മളെ മരുമകൾ മന്ദമാരുതയായി ചെന്നുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഉമ്മ പ്രശ്നമായിട്ട് പൊരുത്തം അനക്ക് പൊരുത്തം അന്ന് തന്നെ എന്തെല്ലാം കാട്ടിക്കൂട്ടി പറഞ്ഞാല് അപ്പൊ നമ്മൾക്ക് ഉള്ളിലുള്ള സിംഹമുണ്ടല്ലോ, അതാണ്ട് പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ പൊരുത്തം വേണ്ട, ഞാൻ ഉംറക്ക് പോകാൻ അവിടെ ആകെ പൊട്ടിത്തെറി ആവരുത്, മനസ്സിലായില്ലേ? അവിടെ എന്താണ് ഹിക്മത്തോടുള്ള വഴി? നമ്മൾക്കുള്ള ആകെ നമ്മോട് കൽപ്പന എന്താ അറിയാം? ഒരു അയൽവാസിയിൽ നമ്മൾ ചിലപ്പോൾ കാലങ്ങളായി ചെറിയൊരു അതിര് പ്രശ്നമായിരിക്കും ഉണ്ടാവാം, അന്ന് തെറ്റിയതാ, പിന്നെ അയൽവാസിന് മിണ്ടിയിട്ടേ ഉണ്ടാവില്ല. അപ്പോ അവനോട് മിണ്ടാൻ ചെന്ന എന്തായാലും പ്രശ്നമാവും. കാരണം അന്ന് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നല്ലവണ്ണം എന്തായിട്ടുണ്ട്, ചവിട്ടി താത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെടും തോന്നില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മള് ആകെ നമുക്കുള്ള കൽപ്പന നിങ്ങൾ പോയിക്കൊണ്ട് അവരോട് പൊരുത്തം ചോദിക്കുവാനേ ഉള്ളൂ. ഹബീബി, ഞാൻ പരിശുദ്ധമായ ഉംറക്ക് പോവാണ്. അല്ലെങ്കിൽ ഉമ്മയോട് പറയാ, ഉമ്മ ഞാൻ ഉംറക്ക് പോവാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഉമ്മാനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ഉമ്മ പൊരുത്തപ്പെട്ടു തരാം. ഇത് പറയലേ നമ്മുടെ കടമയുള്ളൂ. പൊരുത്തപ്പെടുക പെടാതിരിക്കുക അവരുടെ വിഷയം. ഓക്കെ, അതുകൊണ്ട് അതിനുള്ള മനസ്സ് നമുക്ക് വന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ കാരണം അപ്പൊ നമ്മുടെ മനസ്സിലെന്താ, അതിനുള്ള മനസ്സ് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്ക, നമ്മുടെ മനസ്സിൽ കാര്യമായി കിബിർ, അഹങ്കാരം വന്നിട്ടുണ്ട്, അല്ലെ? അള്ളാന്റെ ഹറമക്കല്ലേ പോണത്, ഇതിലപ്പുറം ദുനിയാവിൽ വേറൊന്നും ഇല്ലല്ലോ. ഭൂമിയിലെ സ്വർഗമാവുന്ന റൗള, അവിടെ എല്ലാം പോവേണ്ടല്ലേ നമുക്ക്? എല്ലാത്തിനുപരി ഹബീബിന്റെ ചാരത്തേക്ക് പോകണ്ടല്ലേ? മുത്തുനബി ഒരിക്കലും ബന്ധങ്ങൾ മുറിക്കുന്നത് ഇഷ്ടപ്പെടില്ല. മദ്രസ മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ ആ കാര്യവും എല്ലാവരും ഓർമ്മയുണ്ടാവുക. അപ്പൊ നമ്മൾ നീയത്ത് റെഡിയാക്കി, സാമ്പത്തികം റെഡിയാക്കി, പൊരുത്തപ്പെടിപ്പിക്കുക, എല്ലാം പൊരുത്തപ്പെടിപ്പിച്ചുണ്ടാ, പൊരുത്തപ്പെടിച്ചില്ലേ? അല്ലോ, മുമ്പൊരിക്കെ നമ്മളെ മുമ്പൊരു യാത്രയുണ്ടായ ഇതേപോലെ ഒരു വിഷയം പറഞ്ഞപ്പം ഒരു ഉമ്മ എന്ന് പറയാം, ഉസ്താദെ ഞാനും എൻ്റെ മരോളും കുറേ കാലം പ്രശ്നമാണ്, അതിനെ മാത്രം എന്നോട് കാട്ടി കൂട്ടിനെ കൊടുത്തു. ഉമ്മേനെ അമ്മയമ്മയാണ് ഉമ്മറക്ക് വരുന്നത്. അപ്പൊ ഈ പൊരുത്തം പിടിപ്പിക്കുന്ന വിഷയം പറഞ്ഞത്, ഉസ്താദ് അത് മാത്രം പറയരുത്, എങ്ങനെ ഞാൻ ഓളോട് പൊരുത്തം പഠിക്കാൻ പറയാം? കാരണം ഓൾ ഇന്നെ അത് മാത്രം വേദനിപ്പിച്ചത് അമ്മായിമ്മക്കാണ്ട് മനസ്സാണ് സഹിക്കുന്നില്ല. അപ്പോ അതൊന്നും വേണ്ട, കാരണങ്ങൾ ആലോചിക്കുക. അള്ളാന്റെ ഹറമിൽ പോയി ശുദ്ധിയാ ഒരു കൂട്ട ആൾക്കാർ പോയി, തിരിച്ചു വരുമ്പോൾ അതിൽ 10 ആളെ എന്താണ് ഉംറ സ്വീകരിച്ചു, ബാക്കി 40 ആൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ 40 ആളിൽ നിന്ന് പെട്ടുപോയ നഷ്ടക്കാരായില്ലേ? അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാ ഇനി നമ്മൾ നേരത്തെ പൊരുത്തപ്പിടിക്കാൻ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരൊക്കെ ഉണ്ടാവും,
സ്വാഭാവിക, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ ഉസ്താദുമാരുണ്ടാവും, നമ്മുടെ നാട്ടിൽ ഖിദ്മ ചെയ്യുന്ന അവരോടൊക്കെ പറയാം, ഉസ്താദേ ഞാൻ പരിശുദ്ധമായ ഉംറക്ക് പോവാണ്, നിങ്ങൾ ദുആർക്കണം. എന്താണ് ദുആർക്കണം പറയാൻ കാരണം? ആരുടെ ദുആ ആണ് അള്ളാഹ് സ്വീകരിക്കാന്ന് ആർക്കും പറയാൻ പറ്റൂല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇന്ന് ആരോഗ്യമുള്ള നമ്മള് നാളെ ആരോഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മളെ ഉംറക്ക് വന്നിരുന്ന ഒരു 6 അംഗ സംഘത്തിൽ ഒരു ടീം, ആ ടീമിൽ ഒരു മോന് 20 വയസ്സുള്ളത്, ബാക്കി 5 ഒരു ഉമ്മാര് ഇളാമാർ, അങ്ങനെ എല്ലാവരും ഉണ്ടായി. അങ്ങനെ മറ്റന്നാളാണ് ഉംറക്ക് പോകുന്നത്. അതായത് ഡേറ്റ് അവിടെ എത്തി. ഇന്ന് ആ മോനടക്കം ഉംറയിലുണ്ട്. ആ മോനെ യാത്രയിൽ ആക്സിഡന്റ് ആയി, മോൻ ആകെ ഗുരുതര അവസ്ഥയിലായി. അങ്ങനെ ആ ഉമ്മാന്റെ ഉംറ അടക്കം നടന്നില്ല. നിങ്ങൾ ചിന്തിച്ചു, ഞാൻ പറഞ്ഞത് ആരോഗ്യം ഇന്നുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണ്. അള്ളാഹു നല്ല ആരോഗ്യം നൽകുമാറാവട്ടെ. ഏതായാലും പറഞ്ഞുകൊണ്ടുവന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരോടൊക്കെ ദുആ വസിയത്ത് ചെയ്യുക. നമ്മുടെ പരിസരത്തുള്ള മഖബറകളൊക്കെ ഉണ്ടാവും, അവിടൊക്കെ പോയി എന്ത് ചെയ്യുക, ദുആർക്കുക. കാരണം ഏതെങ്കിലും ഒരു മഹാന്റെ, ഇപ്പൊ CM വലിയുള്ളാന്റെ കൂട്ടമൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണല്ലോ. CM വലിയുള്ളാന്റെ ദർബാറിൽ പോയി ദുആർക്കുക. ഞാൻ ഇങ്ങനെ പരിശുദ്ധമായ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹുവെ, ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ യാത്രകളൊക്കെ റാഹത്തിലാക്കി തരണേ. ഇങ്ങനെ നമ്മൾ ദുആർക്കുമ്പോ ഒരു പക്ഷെ ആ മഹാന്റെ സന്നിധിയിലെ ദുആ ആയിരിക്കാം നമ്മുടെ ഉംറ മുഴുവൻ റാഹത്തിലാവാൻ കാരണം. ഇതിങ്ങനെ ഓരോന്നിനും പറയാൻ കാരണം എന്താ അറിയോ? ഓരോരോ അനുഭവം. ഇവിടുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഉംറ ഉണ്ടായിരുന്ന ഈ ഷഅബാനിൽ പോയ ഉംറയിൽ ലക്ഷദ്വീപുകാരിയായ ഒരു 5 പേരുണ്ട്. അതിന് വലിയ സ്വപ്നം കണ്ടു വന്നവരാ. അവരെ നാട്ടിൽ നിന്ന് വേറെ 2-3 ടീം ഉംറക്കും ഉണ്ട്. പക്ഷെ അവർ യൂട്യൂബിൽ എവിടുന്നോ കണ്ടു നമ്മളെ സ്ഥാപനത്തിന്റെ വീഡിയോകളൊക്കെ, അൽഹംദുലില്ലാ സുബ്ഹാന അൽഹംദുലില്ലാ. അങ്ങനെ അവരെ നാട്ടിൽ നിന്ന് സെയിം ദിവസം വേറെ ഉംറക്കാർ പോകുന്നുണ്ട് ആ നാട്ടിൽ തന്നെ. അവരെന്തോ നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുന്നതിന്റെ ആഗ്രഹം കൊണ്ട് അവർ കാണുക പോലും ചെയ്യാതെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്തായി വിളിച്ചന്വേഷിച്ചു. അങ്ങനെ ഹസനയോടൊപ്പം വരാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ അവർ ലക്ഷദ്വീപിൽ നിന്ന് 12-ാം തീയതി ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റ് അവർ 1-ാം തീയതി കാലിക്കറ്റ് വന്നിറങ്ങി റൂം എടുത്തിക്ക ഇവിടെ നിൽക്കാൻ. ശരിക്കും അവർക്ക് നാടുന്ന ടീമിനെ കൂടെ നേരിട്ട് പോയാൽ മതി. അങ്ങനെയൊക്കെ വലിയ സ്വപ്നം കണ്ട് വന്നിരുന്ന ഒരു 5-6 പേരുള്ള ഒരു ഫാമിലി. അങ്ങനെ അതിൽ പ്രധാന മുദീറായി നിന്ന് ഇത്താത്ത. അങ്ങനെ ഈ താത്തയായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ പോയി പരിശുദ്ധമായ ഹറമിലേക്ക് വലിയ സന്തോഷത്തില് കരിപ്പൂന്നി ഇഹ്റാമെല്ലാം ചെയ്ത് അള്ളാന്റെ ഹറമിലെത്തി എല്ലാവരും റൂമിൽ നിന്ന് റെസ്റ്റ് എടുക്കുമ്പോ ഈ ഇത്താത്ത എന്നോട് കരഞ്ഞു കൊണ്ടുവന്ന് പറയാ, ഉസ്താദെ എനിക്ക് പീരീഡ്സ് ആയി. അന്ന് ആ ഇത്താത്ത വന്നിട്ട് നമ്മൾ 8 ഉംറ അന്ന് അള്ളാഹു തൗഫീഖോടെ ബാച്ച് കഴിഞ്ഞു. അന്നും ആ ഇത്താത്ത കഴിഞ്ഞില്ല. എല്ലാ ദിവസവും നമ്മൾ കൂടെ ഒരു ഹറമിന്റെ മുറ്റുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കരച്ചിലെന്നെ കരച്ചിൽ. മനസ്സിലായില്ലേ? ഇത് അവസരത്തിന്റെ ഇത്താത്തോട് പറയാൻ മറന്നു പോലെ നമ്മുടെ സമയങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് ഡോക്ടറെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സമയങ്ങൾ പരിഹരിക്കണം. അല്ലാത്ത പക്ഷം ഒരുപാട് ഇത്താത്താർ പെട്ടുപോകാറുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പോരുന്ന ദിവസം ഞങ്ങൾ വിധവാങ്ങൾ തവാഫ് ചെയ്യുമ്പോഴായിത്താത്ത ശുദ്ധിയാവുന്നത്. അന്ന് ഒറ്റ ഉംറയാണ് ആ സഹോദരി കിട്ടിയത്. ഞാൻ പറഞ്ഞെന്താ അറിയോ, എല്ലാം ഉണ്ട്. ഞാൻ ഈ ദ്വാരക്കാൻ പലരും മഹാന്മാർ പോകാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവാതൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ എല്ലാം കഴിഞ്ഞു, മഹാന്മാരെ സിയാറത്തെല്ലാം ചെയ്തു കഴിഞ്ഞല്ലേ, മനസ്സുകൊണ്ട് ചെയ്തില്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പരിശുദ്ധമായ ഉംറയിൽ നമ്മൾ പ്രധാനമായും സിയാറത്തിന് പോകുന്ന ഒരു സ്ഥലമാണ് ബദരീങ്ങൾ. ബദരീങ്ങൾ എന്ന് പറഞ്ഞാല് അല്ലാ മാഷാ അല്ലാഹ് ആരാണ് വരുന്നത്? റബ്ബേ വരൂ ഹബീബ്. നമ്മ കൂടെ കുറെ മുമ്പുള്ളൊരു ബാച്ച് ഉണ്ടായല്ലേ, മാഷാ അല്ലാഹ്. ഇരിക്കൂ. നമുക്കറിയാം, അവിടുത്തെ മുഖം കണ്ടറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷം മുമ്പ് വന്ന് 2024 മാഷാ അല്ലാഹ്. എനിക്ക് ഞങ്ങൾ മുഖം കണ്ട ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ഓർമ്മ. ഏതായാലും പറഞ്ഞു കൊണ്ടുവന്നത് അല്ലാഹ്. അങ്ങനെ നമ്മുടെ യാത്രയിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബദരീങ്ങൾ. ബദറിൽ പോവുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ബദരീങ്ങളെ അടുത്തേക്ക് സിയാറത്തിന് എന്തായാലും പോകും. അപ്പൊ ബദരീങ്ങളെ കാവല് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വലിയൊരു കാവലല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഒരു കാമിലായ ബദർ മൗലൂദ് കഴിക്കാം. അതൊന്നും വിഷയമല്ല. ഇപ്പൊ നമുക്ക് സ്വന്തം ചൊല്ലാൻ കഴിയുക മതി. നമ്മൾ സ്വന്തം ചൊല്ലാൻ കഴിയുന്നവരാണ് ഏറ്റവും നല്ലതെന്നേ. ഇപ്പൊ ബദരീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ അങ്ങനല്ലേ, നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദ്മാരെ വിളിച്ചാൽ മതി, കാമിലായ ബദർ മൗലൂദ് കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ, അവരുടെ ഗുണം എന്താ? ബദരീങ്ങളെ കാവല് നമ്മളെ യാത്രക്ക് ഉണ്ടാവും.
ഇതെന്താ അറിയാം, നമ്മുടെ യാത്രയുടെ തുടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലിങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് വല്ലാതെ സംശയം തോന്നുമ്പോൾ നമ്മൾ വീഡിയോ വരുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതൊന്നും ഉംറയുടെ വാജിബാത്തിൽ പെട്ടതല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നമ്മൾ ബദർ മൗലിദെല്ലാം കഴിച്ചു. ഇന്ന് നമ്മളെ ദിവസം ഏതാണ്? ജൂലൈ 7, സോറി ജൂലൈ 8. ജൂലൈ 8 കൂടെ ആരെ 7 ഉണ്ടോ? ജൂലൈ 8. അപ്പൊ എല്ലാവരും നമ്മുടെ മനസ്സൊക്കെ ജൂലൈ 8 വരിട്ടാ. അപ്പൊ നമ്മ എല്ലാവരും അള്ളാന്റെ ഹറമ് കാണും 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 എന്നുള്ള കൊതിയിലിങ്ങനെ നിൽക്കാം അല്ലേ? അപ്പൊ ഇന്ന് കാണും, നമ്മൾ രാത്രി കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. മറ്റേത് കുറെ ദിവസം എന്താ ദിവസം പോലില്ലല്ലോ എന്ന് നീക്കിയിട്ട് നീങ്ങില്ല, അങ്ങനൊക്കെ ഉണ്ടാവും. ഏതായാലും ജൂലൈ 8 വരാം. അങ്ങനെ ജൂലൈ 8 നമ്മൾ പ്രഭാതത്തിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഉംറയുടെ അന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഉംറയുടെ സമയം കറക്റ്റ് നമ്മൾ കൃത്യമായി നിങ്ങളെ എയർപോർട്ടിൽ അറിയിക്കും കേട്ടാ. 4 മണിയാണ് സമയം, അതിൽ ചിലപ്പോൾ 3 മണിയാവും, ചിലപ്പോൾ 4 മണി, അത് വ്യക്തമായി ഗ്രൂപ്പിൽ അറിയിക്കും. എന്തായാലും 3 മണി കൂട്ടിക്കോളി. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ട സമയമാണ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ കുളിക്കുക. ആ കുളിയുടെ മുമ്പ് നമ്മുടെ ശരീരമാസകലം ഉള്ളും പുറവും നമ്മൾ ഫുൾ ക്ലീൻ ആയിരിക്കണം. അല്ലാതെ പുറമെ കാണുന്ന ഭാഗം മാത്രം മുഞ്ചു കൂട്ടിയിട്ട് അങ്ങനെയല്ല വരേണ്ടത്. നമ്മൾ പോകുന്ന അള്ളാന്റെ ഹറമിലേക്കാണ്. നല്ല ശുദ്ധിയുള്ള ശരീരത്തോടെ ആയിരിക്കണം പോവേണ്ടത്. കാരണം ഹബീബായ തങ്ങളുപ്പാപ്പയും സുഹൈബത്തൊക്കെ നടന്ന പവിത്രമായ മണ്ണല്ലേ അവിടെ ശുദ്ധിയോടെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. അങ്ങനെ നമ്മൾ നല്ല വൃത്തിയായി എല്ലാം റെഡിയായി നഖങ്ങളെല്ലാം വെട്ടി ഫുൾ സെറ്റപ്പായി നേരത്തെ കുളിച്ച് റെഡിയാവാം. എന്താ കാരണം അറിയോ? നമ്മൾ പലയിടങ്ങളിലും കാണുന്ന സമ്പ്രദായമാണ്. നമ്മൾ കല്യാണത്തിന് പുതിയാപ്പായി കുളിക്കണം കാണുന്നുണ്ടോ? കുളിക്കാരും കാണില്ല. കുളിക്കുന്ന സമയം അറിയോ? എല്ലാവരും ഒന്ന് കാത്തിക്കണ്ടാവും. പുതിയാപ്പള ഇവിടെ ഉണ്ടാവാം, കുളിമുറിയിലും ഉണ്ടാവും. ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് നേരത്തെ നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്യാൻ പലരും വരും. അപ്പൊ അവർക്കൊക്കെ എന്താണ് ആഗ്രഹം? നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്യണം. അതുകൊണ്ട് നേരത്തെ നമ്മൾ കുളിച്ച് റെഡി ആയിരിക്കാം. അങ്ങനെ റെഡി ആയിരിക്കുമ്പോൾ അവർ നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് അവിടെ പോയി കഴിഞ്ഞാൽ ദുആ എടുക്കണം പറയുമ്പോൾ അവരോടൊക്കെ പറയും, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ ഹറമിൽ വെച്ചുകൊണ്ട് ഞാൻ ദുആ എടുക്കാം. എന്റെ യാത്രകൾ റാഹത്തിലാവാൻ വേണ്ടി നിങ്ങളും ദുആ എടുക്കണം എന്ന് അവരോട് തിരിച്ചു പറയാം. മനസ്സിലായില്ലേ? കാരണം അവരൊക്കെ ദുആ ആണ്, നമുക്ക് ഇതുകൊണ്ട് എത്തണല്ലോ, അതുവരെ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മള് ഇന്ന് ജൂലൈ 8. അപ്പൊ ജൂലൈ 8 എല്ലാവരും മനസ്സോന്നില്ലേ? അവിടെ വരാത്തവരുണ്ടോ? ജൂലൈ 8 അപ്പൊ ജൂലൈ 8 നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി തയ്യാറാവാം. ഇനി തയ്യാറാവുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നിട്ടാ. നമ്മള് ഉംറ എന്ന് പറഞ്ഞാല് ഉംറ പഠനം എന്ന് പറഞ്ഞാല് കരിപ്പൂര നമ്മൾ പറയുന്നത് ഫുള്ള് എന്താണ്. ഇവിടെ ഇങ്ങനെ പോയി ഫുള്ള് ചെയ്ത് ഇങ്ങനെ പോരുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അല്ലാതെ എന്തോ ഒരു ഇമ്പോസ് എഴുതി പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്കൊരു ഐഡിയ, ഒരു രൂപം കിട്ടില്ല, അതോട് ഉദ്ദേശിക്കേണ്ട. ഏതായാലും ജൂലൈ 8 നമ്മളെ ലഗേജിനെ കുറിച്ച് ഞാൻ വേറെ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ജൂലൈ 8 നേരത്തെ റെഡിയായി ഇരുന്നു. അങ്ങനെ നമ്മൾ യാത്രയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഓക്കെ, സഫറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അങ്ങനെ ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അതിനു മുമ്പ് കുളിക്കാൻ പറഞ്ഞില്ലേന്നോ? കുളിക്കും എല്ലാവരും മറക്കാതെ ഇഹ്റാമിന്റെ മുമ്പുള്ള സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നത് നിയ്യത്ത് വെക്കുക. ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത് കുളിട്ടാ. കാരണം എന്താ? നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് സുന്നത്ത് കുളി പിന്നെ അവസരം കിട്ടൂല. അപ്പോൾ ആദ്യം തന്നെ കുളിക്കുമ്പോൾ ഞാൻ ഇഹ്റാമിന് മുമ്പുള്ള സുന്നത്ത് കുളിക്കുന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുക? നേരെ കുളിക്കുന്നു. കുളി കഴിഞ്ഞു. ആദ്യം ശുദ്ധിയായിട്ടാണ് കുളിക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ യാത്രയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തെല്ലാം നിസ്കരിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആക്കുക. അള്ളാഹുവേ, ഞാൻ ഒരുപാട് കാലം സ്വപ്നം കണ്ടതായിരുന്നു, അതിന്റെ ഏകദേശം വഴികളിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് റബ്ബേ. ഇനി അങ്ങോട്ട് എന്റെ വഴിയിലൊരു തടസ്സമില്ലാതെ റാഹത്തായി എത്താൻ തൗഫീഖ് നൽകണേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആക്കുക. അങ്ങനെ ആ ദുആ എല്ലാം കഴിഞ്ഞാൽ നമ്മളെ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലേക്ക് എന്തുണ്ടാവുമല്ലോ? നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ പേരക്കുട്ടികള്, നമ്മുടെ പേരക്കുട്ടികള്, മക്കള്, മരുക്കൾ എല്ലാവരും ഉണ്ടാവൂലേ? സ്വാഭാവികമാണ്. അവർക്ക് വല്യമ്മ ഗൾഫുക്കാൻ പോകണം, അല്ലെങ്കിൽ ഹജ്ജിനാൻ പോകണം. എന്തായാലും വല്യമ്മ പോവായിരിക്കും പേരക്കുട്ടിയൊക്കെ. ഇതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളൊക്കെ അസ്സഫർ നമ്മൾ അസ്സദഖത്തു റദ്ദുൽ ബലായ ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളാ പറഞ്ഞത്. എന്താ അറിയോ? അതായത് സ്വതക്ക എന്നുള്ളത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തുകളൊക്കെ തടയുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നേരത്തെ കുറച്ച് ക്യാഷ് ചില്ലറാക്കി വെച്ച് കഴിഞ്ഞാല് അവിടെ ഉള്ളവർക്ക് ചെറിയൊരു ഹദിയ. എന്തിനാ? നമ്മുടെ യാത്ര റാഹത്തിലാൻ വേണ്ടി. ഈ ഹദിയെ കൊണ്ട് നമ്മൾ ഉസ്താദ്മാരൊക്കെ പറയുന്നത് കാണാം. ഈ ചെറിയ കുട്ടികളുടെ അവർക്ക് നമ്മൾ ഈ ഹദിയെ കിട്ടുമ്പോൾ ആ സന്തോഷം എന്താ അറിയോ? അവർക്ക് അവിടുത്തെ ആ ഹദിയെ കിട്ടുമ്പോൾ അവര് അൽഹംദുലില്ലാ അവർക്ക് ക്യാഷല്ലേ കിട്ടുന്നേ. ഇങ്ങനെയാണ് എന്റെ വല്യമ്മ എന്നും ഉംറ പോയാൽ മതി എന്നൊക്കെയാണ് അവർ മനസ്സോട് പറയും.
പക്ഷേ ആ കുഞ്ഞുമോടെ നാവ് സംശുദ്ധമായ നാവല്ലേ? ഒരു പക്ഷെ അതായിരിക്കും നമുക്ക് വലിയ അവസരങ്ങൾ വരാൻ കാരണമെന്ന് ഉസ്താദുമാരൊക്കെ പറയുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ സ്വതക്ക ചെയ്യാം, നല്ല സ്വതക്ക. ഇപ്പൊ നമ്മൾ സ്വതക്കെല്ലാം കഴിഞ്ഞ് ഫുൾ സെറ്റപ്പ് നമ്മളിട്ടാ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് കൊണ്ട് എല്ലാവരോടും യാത്ര പറയാം. ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരോടും യാത്ര പറയുന്ന സമയത്ത് പലപ്പോഴും പല കുടുംബങ്ങളും കണ്ടുവരുന്നൊരു പ്രവണത എന്താണ്? അവിടെ എല്ലാവരോടും നടന്ന് സലാം പറയും. ഇപ്പൊ ഒരു ഇത്താത്തേനെ പൂർണ്ണ സങ്കല്പിക്കുക, അവിടെ ആ ഇത്താത്താന്റെ ഇളച്ചനും മൂത്തച്ഛനും എല്ലാവരും ഉണ്ടാവും. മൂത്താപ്പാന്റെ മക്കളും എല്ലാവരും ഹറാമും ഹലാലായ, അതായത് തുടരും പിടിക്കുക ഹറാമായ ഹലാൽ എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മള് ഒന്ന് രണ്ടാൾക്കാർ സലാം പറയുമ്പോൾ നമ്മുടെ മനസ്സ് തോന്നാം ഇബ്ലീസ് കൊണ്ടുവരും, അവരോട് പറഞ്ഞില്ല എന്താ വിചാരിക്കാം, എല്ലാവരും നടന്ന് സലാം പറയും. അതായത് കോമണായി നിൽക്കുന്ന എല്ലാ കുടുംബത്തിലും അങ്ങനെ ഉണ്ടാവും, അവർക്കത് വിഷയമാവില്ലല്ലോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാന്റെ ഹറാമ് പോകുമ്പോ ആദ്യം തന്നെ ഒരു ഹറാമ് സംഭവിച്ചു പോകരുത്, മനസ്സിലായില്ലേ? ചിലപ്പോ നമ്മളെ ചെറുപ്പം മുതലേ നമ്മള് ആ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകുമ്പോ അവിടെ ചെറിയ മോനായിരിക്കും ഇളച്ചൻ, ഇപ്പം വലുതായി, പക്ഷെ അത് ഇളച്ചൻ തന്നെയല്ലേ, നമുക്ക് ഒരു മകന്റെ സ്ഥാനമായിരിക്കും. എന്താണെങ്കിലും അത് ഇളച്ചൻ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോട് ഉപ്പയോട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ സലാം പറഞ്ഞു, മക്കളോ പറഞ്ഞു, ബാക്കി എല്ലാവരും ഒരുമിച്ച് ഞാനൊരു യാത്ര പോവുകയാണ്, ഒക്കെ റാഹത്തിലാവും ദ്വാരക്കണം, എല്ലാവരും ഒരുമിച്ച് കൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഇപ്പം എല്ലാവരും മനസ്സിപ്പോ എവിടെയെങ്കിലും ഒന്ന് കറക്കി കൊത്തിക്കോളി, ഓടിച്ചെടുത്തിരോ? ഇവിടെ അല്ല നമ്മളുള്ള ഇപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാല്ലേ, എല്ലാവരും നമ്മളങ്ങനെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ മനസ്സാണെങ്കിലോ ഹറമിലേക്ക് അടുത്തുകൊണ്ടിരിക്കാല്ലേ. അങ്ങനെ നമ്മളെ മനസ്സിൽ അവിടുന്ന് ഒരു നിയ്യത്ത് വെക്കാം. എന്താ നിയ്യത്ത്? ഇത് പറയേണ്ട നിയ്യത്ത് മനസ്സുകൊണ്ട് വെക്കാം. അതായത് ഹബീബായ തങ്ങൾ ഉപ്പാപ്പ നാവ് കൊണ്ട് കള്ളം പറയില്ല എന്ന് മാത്രമല്ല, ഹബീബിന്റെ തന്നിഷ്ടത്തിന് ഹബീബായ തങ്ങൾ ഒന്നും പറയില്ല. രണ്ടിനും രണ്ടർത്ഥ. ഒന്ന്, ഹബീബായ തങ്ങൾ നാവ് കൊണ്ട് കള്ളം പറയില്ല. രണ്ടാമത്, ഹബീബിന്റെ തന്നിഷ്ടത്തിനൊന്നും പറയുന്ന എന്ന് പറഞ്ഞാൽ വഹി മുഖേന അല്ലാതെ ഒന്നും സംസാരിക്കില്ല. അങ്ങനെയുള്ള ഹബീബായ തങ്ങളാ പറഞ്ഞത് യാത്ര എന്നുള്ളത് അദാബിന്റെ ഒരു കഷ്ണമാണ്. എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ചെയ്താലും നമ്മൾ ഹസന ട്രാവൽസിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി നിങ്ങളാവുന്ന നമ്മുടെ യാത്രക്കാർ, പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് നല്ലത് പറയണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഹോരാത്രം പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറായാൽ പോലും എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് മുത്തായ തങ്ങളാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ മനസ്സ് നല്ല ക്ഷമ വേണം എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എയർപോർട്ടിലെത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എത്തുമ്പോൾ ബാക്കി ആരും എത്തിയിട്ടില്ല, എന്താ ഇവരെത്താത്തത്, അപ്പൊ തന്നെ നമ്മൾ പ്രഷർ തുടങ്ങി. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോ എന്തോ ഘട്ടകാലത്ത് അവനാന്റെ പെണ്ണിന്റെ പ്രിയതമ്മന്റെ സീറ്റ് അവിടെയും ഇവിടെയാണ്. അപ്പൊ ആ മൊയിലെടുത്ത് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ തുടങ്ങി മക്കത്തെത്തി കഴിഞ്ഞാൽ റൂമിൽ ചെറുപ്പറതുന്ന പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഉംറയുടെ സുഹത്തിനത് ബാധിക്കും. അതുകൊണ്ട് നല്ല ക്ഷമയോടെ ആയിരിക്കണം നമ്മുടെ ഉംറ ചെയ്യേണ്ടത്. അപ്പൊ നല്ല ക്ഷമയോടെ പോവാ. അതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയാം, ആദ്യം നമ്മുടെ മനസ്സിൽ വെക്കാം. എന്താ വെച്ചാല് ഇപ്പൊ ഈ കൂട്ടത്തിൽ എല്ലാവരും ഒരു മകന്റെ പ്രായം നമുക്കുള്ളൂ, നമുക്കധികം പ്രായമൊന്നുമില്ല കേട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, നമ്മളെ മോന്റെ പ്രായമല്ലേ ഉള്ളൂ. അത് എന്തിനാ അങ്ങനെ മനസ്സിലാക്കണം? അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞ് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലാതെ പക്ഷെ നിങ്ങളൊന്ന് വേറെ ഞാനൊന്ന് വേറെ ആയി കഴിഞ്ഞാൽ എന്ത് കണ്ടാലും പ്രശ്നമായി തോന്നും. മനസ്സിലായില്ല? അതെന്താ അയാൾ അങ്ങനെ ചെയ്ത്, അതെന്താ ഇയാൾ, എന്ത് വിഷയം ഉണ്ടെങ്കിലും ചോദിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് പരിഹാരം ആയില്ലെങ്കിലല്ലേ അടുത്ത പ്രശ്നം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ചെറിയ അവസരം പറയട്ടെ, നമ്മള് മക്കയിലെ റൂമിൽ പെട്ടെന്ന് വെള്ളം സ്റ്റക്കായി. ആ സ്റ്റക്കായപ്പോ ആദ്യം നമ്മൾ വിവരം അറിയിച്ചിട്ട് നമ്മൾ മെയിൻ ചെയ്യില്ല, അപ്പോ ഓക്കെ അതൊരു പ്രശ്നമാണ്. അതേ സമയത്ത് നമ്മൾ അറിയുമ്പോൾ തന്നെ പരിഹരിച്ചു. മനസ്സിലായില്ല? എന്ത് വിഷയം അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മനസ്സ് ആദ്യമേ വെക്കാം. നമ്മളൊരു കുടുംബം പോലെയാണ് പോവേണ്ടത്. ഈ കൂട്ടത്തിൽ എല്ലാവരും നമ്മുടെ ഉമ്മ ഉപ്പ സഹോദര സഹോദരിമാരാണ്. ഈ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര എന്തെന്നില്ലാത്തൊരു ഇമ്പമായി മാറും. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണ്. നല്ല സൗഹൃദ കൂട്ടായ്മ പോകാനല്ലേ, അല്ല പകുതി കൊണ്ട് ഉസ്താദന്മാരും യാത്രക്കാർ തമ്മിൽ ഇടംപിരിയായി കഴിഞ്ഞാൽ അതൊരു
അതൊരു രസമല്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും സ്വന്തം തീരുമാനിക്കാം. എന്റെ കാരണം ഒരാൾക്ക് വിഷമം ഉണ്ടാവണ്ട, ഞാനും തീരുമാനിക്കുന്നുണ്ട് എന്റെ കാരണം എന്റെ കൂടെ വന്ന ഒരാൾ വിഷമിക്കരുത് എന്നുള്ളത്. അപ്പൊ പ്രശ്നമില്ല. ഏതാ നമ്മൾ വിഷയം മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മളെല്ലാവരും യാത്ര പറഞ്ഞു. എല്ലാവരും യാത്ര പറഞ്ഞ ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലത് കാല് വെച്ചുകൊണ്ട് എല്ലാവരും ഇറങ്ങി വാഹനത്തിൽ കയറുക. റെഡിയല്ലേ? നിങ്ങളല്ല ആദ്യം പറഞ്ഞ് എന്താണ് എന്താ റെഡിയല്ലേ ഹബീബി? ഓക്കെ അല്ലേ? തുറന്ന മനസ്സിന് നിറകുറ ഉസ്താദ് എന്താ പറഞ്ഞ ശരി ആ മനസ്സല്ല എന്ന് പറഞ്ഞാല് നമ്മള് അതായത് യാത്രക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലം വെക്കേണ്ടത് കേട്ടാ. അല്ല നിങ്ങളാരെയും പരീക്ഷിക്കാവുന്നല്ല, നമ്മളെ മൈൻഡിലേക്ക് ഒരു അറിവ് ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വാഭാവികം നമ്മളെ മനസ്സെന്താ നല്ല കാര്യങ്ങൾ വലത് കാലം ഉണ്ടെന്നല്ലേ. യാത്രക്ക് ഇറങ്ങുമ്പോ അല്ല കയറുമ്പോ, വീട്ടിൽ കയറുമ്പോ വലത്, ഇറങ്ങുമ്പോ ഇടത് കാലം വെച്ചിറങ്ങി കേട്ടാ. അവസരോചിതമായി പറഞ്ഞ ഇനിയിപ്പോ ഒരാളെ വലത് കാലിച്ച് ഇറങ്ങി, അവൻ പഠിച്ചോനെ എന്താ നിങ്ങൾ ചെയ്ത്, വല്ലാത്തൊരു കഷ്ടകാലായി, അങ്ങനെ പ്രശ്നമാക്കണ്ട, വേഗം തിരിച്ചു കയറി എന്നിട്ട് രണ്ടാമത് കയറി ഒന്നും വേണ്ട. ചിലരങ്ങണ്ട് വേഗം തിരിച്ചു കയറേണ്ടത്. ചിലരുണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തിരിഞ്ഞു നോക്കലിട്ടാ, നോക്കാതെ പോയി, അഥവാ നോക്കി അങ്ങോട്ട് തിരിച്ചു വരി രണ്ടാമത് പിന്നെ പറഞ്ഞേ ഇതൊന്നും ആവശ്യമില്ല. അഥവാ വലുതാ വെച്ചിറങ്ങി തെറ്റൊന്നുമില്ല. അഫ്ളലായ രൂപം എന്താണ്? ഇടത് കാലം വെച്ചിറങ്ങലാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാവരും ഇറങ്ങി വാഹനത്തിൽ കയറി. അവർക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, ചൊല്ലാനുള്ള കാര്യമൊന്നും പറയണ്ട, പറയുമ്പോൾ സമയം തികയില്ല. അപ്പൊ അതെല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ എത്തുന്നു കരിപ്പൂർ എയർപോർട്ട്. എയർപോർട്ടിലെ 20-ാം നമ്പർ ഫില്ലറിന്റെ അവിടെ വിനീതനായ നിങ്ങളുടെ മകന്റെ പ്രായമുള്ള നമ്മളുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവും, നമ്മൾ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും അവിടെ എത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ചു. നമ്മളെ ബാച്ചില് കാസർഗോഡ് നിന്നുള്ളവരുണ്ട്, എറണാകുളത്ത് നിന്നുള്ളവരുണ്ട്, ലക്ഷദ്വീപുകാരുണ്ട്. എല്ലാവരും ആ സ്പേ കാണും. ഇതിൽ അവരൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അവരെല്ലാവരും ഉണ്ടാവും. അപ്പോ എല്ലാവരും കൂടെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ ഫില്ലർ നമ്പർ 19, 20 സംഗമിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ തരല് ഇതുപോലത്തെ ഒരു സംഗതിയാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു സംഗതി. ഇതിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, എല്ലാവരും ഫോട്ടോ ഉണ്ടാവും. ഫോട്ടോ നമ്മൾ ഇൻഷാല്ലാ ഒക്കെ ഓഫീസിൽ നിന്ന് വിളിയുണ്ടാവും, വാങ്ങിക്കോളും. ഫോട്ടോ ഉണ്ടാവും. ഇതിലെന്താ പ്രധാനപ്പെട്ട കാര്യം? ഒന്ന് നമ്മുടെ സ്ഥാപനം, നമ്മൾ എവിടുന്ന് വരുന്നവരാ. രണ്ടാമത് നമ്മുടെ പാസ്പോർട്ട് നമ്പർ. മൂന്നാമത് നമ്മൾ ഏത് രാജ്യക്കാരനാ. അതുപോലെ തന്നെ അമീറിന്റെ നമ്പർ, ട്രാവൽസിന്റെ നമ്പർ. ഇതെന്തിനാ അറിയോ? നമ്മൾ ഇവിടെ മുതൽ ഈ സാധനം കിട്ടിയപ്പോൾ നമ്മൾ കഴുത്തിലിടണം. കഴുത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം തിരിച്ച് കരിപ്പൂരിലെത്തുന്നവരെ, അതായത് കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും അല്ലാത്ത ബാക്കി എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? എന്താ കാരണം? അന്യ രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്. പ്രവാസികൾക്കൊക്കെ പരിചയം. അല്ലാത്തവർക്ക് എന്തെങ്കിലും കുടുങ്ങിയ എന്താ ചോദിക്കാം? മനസ്സിലായില്ലേ? എന്ത് ചോദിക്കും, എന്ത് പറയും? ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ജമാഅത്തുൽ ആഖിറിൽ പോയ ബാച്ചിലൊരു ഉമ്മ, നമ്മളെ റൂമും ഹറമും അടുത്താണ്. അങ്ങനെ ആ ഉമ്മ റൂമിലേക്ക് ഒരിക്കലും ടാക്സി വിളിക്കാൻ പറ്റൂല. കാരണം എന്താ, അവിടെ എന്ന് പറഞ്ഞാല് പോയവർക്കറിയാം, അവിടെ അടുത്തേക്ക് വേണ്ടി തന്നെ ഫുള്ള് യൂട്ടേൺ അടിച്ച് പോകേണ്ടി വരും. നമ്മൾ ഇവിടുത്തെ ഒരു ക്രോസ് പരിപാടി ഇല്ലല്ലോ. ഈ ഇത്താദ് എന്താ ചിന്തിച്ചത്? നമ്മൾ കൂട്ടം തെറ്റി. അല്ല, ആ ഇത്താദ് എന്ത് ചിന്തിച്ച്, അടുത്തല്ലേ ടാക്സിക്കാരൻ എന്തായി അടുത്ത് കണ്ട് ഹോട്ടലിലെ പേരൊന്നും പറഞ്ഞില്ല, അടുത്തെന്തോ ഒന്ന് ആങ്ങി കാണിച്ചു. ടാക്സിക്കാരൻ്റെ ട്രിപ്പ് കിട്ടിയല്ലേ, ആ സാധു മാന്യമായി ഇറങ്ങി. അങ്ങനെ ഈ താത്താക്ക് കാണുന്നുണ്ട് നമ്മൾ ബിൽഡിങ്ങുകളെ വഴി അതാന്നുള്ളത്. പക്ഷെ ഈ കാറ് പോകണ്ടല്ലോ, കാറിന് നിയമം ഇതിൽ കൂടെ പോയി യൂട്ടേൺ അടിച്ച് പോരണം. ഇത് യൂട്ടേൺ അടിക്കാൻ പോയ സമയത്ത് ഈ താത്ത പേടിച്ചു. നമ്മ കൂടുതലുള്ള വല്യമ്മേനെ മഗ്‌രിബിനാണ് ഈ താത്ത കാണാതായത്. ഏകദേശം 9 മണി വരെ ഈ സുഹൃത്താണ് കൊണ്ടുപോയി അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാൻ പോണേ. പക്ഷെ ഇത്താത്താക്ക് വെപ്പറായി, വെതെടുക്കോ കൊണ്ടുപോകുന്നേക്ക്. അങ്ങനെ ഇത്താത്ത എന്തായി, വണ്ടിയിൽ നിന്ന് ഗ്ലാസ് അത് കൈയിട്ട് പുറത്ത് കടിക്കാൻ തുടങ്ങി. ഈ ടാക്സിക്കാരൻ കുടുങ്ങിയില്ലേ? കാരണം പോലീസ് എങ്ങാനും കണ്ട വലിയ പ്രശ്നമാണ്. അദ്ദേഹം ഈ പെണ്ണിന് എന്തോ കാണാൻ കഴിവാല് വലിയ അദ്ദേഹത്തിന്റെ ഈ ജോലിയൊക്കെ പ്രശ്നമാണ്. ഇത് എടുത്തും ചെയ്ത് ഇനി ഇവിടെ വൈ ഇടാൻ പറ്റുമോ? ഇനി തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ഇല്ലല്ലോ. അവിടെ പോയി ഇങ്ങനെ പിന്നെ നിങ്ങൾ ഇത്താത്ത വെപ്പറാണോ ആകെ ഒച്ചപ്പാട്. എന്റെ നമ്പർക്ക് കോള് വന്നു. കോള് വന്നപ്പോൾ നമ്മളവിടെ തോഫലാണ്. ഇങ്ങനെ ആള് മിസ്സായത്. ഇത് അവരെ കൂടെ ഉള്ളവരെന്ന് അറിഞ്ഞില്ല. ഇതിങ്ങനെ പെട്ടെന്ന് മിസ്സായി പോതാ. ഇങ്ങനെ എന്തായി, ആകെ ബുദ്ധിമുട്ടായി. അവസാനം ഇയാൾ പിടിച്ചങ്ങനെ അവസാനം ഈ പെണ്ണിന്റെ കഴുത്തിൽ ഈ സംഗതി കണ്ടു. അതിലൊന്നുണ്ട് താഴെ നമ്പർ ഉണ്ട്. അതിൽ അദ്ദേഹം വിളിക്കുന്നുണ്ട്. ഒരു 8:30-9 മണി ആയ സമയത്ത് ഇയാൾ വിളിച്ച് ഫുള്ള് എന്നോട് വഴക്കാറുണ്ട്. നിങ്ങളൊരാൾ അങ്ങനെ ഉണ്ട്.
ഞാൻ വന്ന് അങ്ങനെ ചെന്നപ്പോ ഇവിടെ എത്തിനായിത്താത്ത ഇവിടുന്ന് കാവനൂരങ്ങാടിക്ക് പോകാണ്ട് ദൂരം സംഘടിപ്പിച്ചോളി. അതിങ്ങനെ കറങ്ങിനെ ഒരു കൊണ്ടോട്ടിക്ക് എത്തിന്. അതിങ്ങനെ യൂട്ടടിച്ച് പോയിട്ട് അപ്പാപ്പന്മാർ ഇങ്ങനെ അപ്പൊ ഓടിക്കും ഇങ്ങനെ ആയിട്ട് പറഞ്ഞു കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, ഈ സാധനത്തിന്റെ മൂല്യം അവിടെ മനസ്സിലാവും. നമ്മൾ ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല. അമീർ അല്ലെങ്കിൽ മുദീർ എന്നാണ് നമ്പറം കാണിച്ചു കൊടുത്താല് അത് തന്നെ പറയാൻ റിസ്ക് ഇല്ലല്ലോ. അത് നീക്കാർ വിളിക്കും, എവിടെയുള്ളത് പറയും. അങ്ങനെ ആ ഇത്താതാക്ക് അന്ന് 200 റിയാൽ കൂട്ടി ടാക്സിക്കാരൻ. ആ ക്യാഷിന്റെ വിഷയമെല്ലാം പറഞ്ഞു. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ ഇത്താത്ത എന്ത് പിടിച്ചുക്കും നമ്മൾ ആലോചിച്ചു. അള്ളാഹ് കാക്കുമാറാവട്ടെ. അപ്പൊ ഇത് നമുക്ക് കരിപ്പൂരിൽ കിട്ടി. അത് മുതൽ നമ്മൾ ഇത് ധരിച്ചുട്ടാ. ഇനി നമ്മൾ എല്ലാവരും ഇതിലുള്ളത് ഇതെന്താണ് ഇതിന്റെ മൂല്യം എന്ന് പറഞ്ഞ കേട്ടാ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പാസ്പോർട്ട് ലഭിക്കും, വിസയും കിട്ടും. പാസ്പോർട്ട് കിട്ടി, വിസ കിട്ടി, നമുക്കുള്ള ടിക്കറ്റും കിട്ടി. 3 കാര്യങ്ങളും നമ്മൾ അവിടുന്ന് തരുവൊക്കെ. അതുപോലെ തന്നെ ഈ ടാഗും തരും. അപ്പൊ ഇത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം എല്ലാവരും എവിടെ ഉള്ളത്? ഓയ് കോഴിക്കോടോ? കരിപ്പൂര്, കോഴിക്കോട് പുറമക്കാര്. ഓക്കെ, കരിപ്പൂരിലെ കരിപ്പൂർ എയർപോർട്ടിൽ. അപ്പോ എല്ലാവരും ഇപ്പൊ അവിടെ ഉള്ളത്? വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ആരുണ്ടോ? ഇറങ്ങാക്കല്ലേ, പിന്നെ നമ്മൾ കൊടുക്കും. പിന്നെ ഏതായാലും നമ്മൾ എല്ലാവരും കരിപ്പൂർ എയർപോർട്ടിൽ വളരെ പരീക്ഷയോടെ ഉള്ളതല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ നമ്മളെ ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ മാണിക്കലിനെ പ്രിയതമുണ്ട് ഇതില് അല്ലേ? അപ്പൊ ഇനി പറഞ്ഞു ഞങ്ങളുടെ ഇതില് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, വലിയ സന്തോഷം, അള്ളാഹു നിലനിർത്തട്ടെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റില് അവനാന്റെ സഹധർമ്മിന്റെ കൂടെ ആഗ്രഹം ഉണ്ടാവും അല്ലേ? പുതിയാപ്പായ കൂടെ ആഗ്രഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി ആഗ്രഹം ഉണ്ടാവും. അതിന്റെ സന്തോഷം അങ്ങനെ തന്നെ. അള്ളാഹുവിന്റെ ഹറമിൽ പോകുമ്പോൾ സ്നേഹത്തിലല്ലേ പോകേണ്ടത്. അപ്പൊ നമ്മൾ ഇഹ്റാം ചെയ്തില്ല, പോകുന്നവൾ അകത്ത് പോകണം. അതിന് മുമ്പുള്ള വിഷയം പറഞ്ഞേ. ഇവിടെ നമ്മൾ എല്ലാവരുടെ പേരിൽ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ ടിക്കറ്റ് സീറ്റ് രജിസ്റ്റർ ചെയ്തില്ല. പലരും പറയും ഉസ്താദ് എനിക്ക് അടുത്ത് വേണമെന്നൊക്കെ. നിലവിൽ സീറ്റ് രജിസ്റ്റർ ചെയ്തില്ല, ടിക്കറ്റ് എല്ലാവരുടെ പേരുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഥവാ പറയാൻ വിട്ടാൽ നിങ്ങൾ ഓർമ്മയുണ്ടാവാം. അത് നമ്മളത് നേരെ ഇൻഷാ അല്ലാഹ് വീഡിയോ ഉണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ അകത്തുകൂടെ കയറുന്ന സമയത്ത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമുക്ക് ഒരുമിച്ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അവരെ പാസ്പോർട്ട് ഒരുമിച്ചിരുന്ന് കൊടുക്കുക. ഇപ്പൊ ഒരു 3 ഇത്താത്താരെ സങ്കല്പിച്ചോളി. അവർ പറയാം ഞങ്ങൾ ഫാമിലിയാണ്. അപ്പൊ മലയാളീസ് ഉണ്ടാവാം, ഫാമിലി ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റ് വേണം. നിങ്ങളാണ് കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെപ്പോലത്തെ ഒരു ക്യൂ നിൽക്കുന്ന ഒരാളാണ് ഞാനും. അപ്പൊ എനിക്ക് അധികമായി അവിടെ ഇടപെടുമ്പോൾ എന്താണ് അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മയുണ്ടാവും, ഒരുമിച്ചിരിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, അവിടെ നിന്നാണ് ഓരോരുത്തരുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യുക. അത് ഓർമ്മയുണ്ടാവും. ഹസന ട്രാവൽസിലല്ല സീറ്റ്, നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ആ സീറ്റ് ഓരോന്ന് പേരിലാക്കുന്ന അവിടുന്ന് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കാര്യം ഓർമ്മയുണ്ടാവാം. അങ്ങനെ നമ്മളെല്ലാവരും അകത്ത് കയറി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഈ ടിക്കറ്റ് സെക്ഷൻ കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലഗേജ് അവിടെ നിന്ന് ചെയ്യും എല്ലാം കയറ്റി വിടും. പുരുഷന്മാർ സ്ത്രീകളൊക്കെ. ഇനി നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ടാവും. അവിടെ പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉംറ വസ്ത്രം ഒരു കാരണവശാലും ലഗേജിൽ ഇടരുത്. അഥവാ ലഗേജിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ പരിഹാരമില്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എവിടുന്ന് കുട്ടികൾ വാങ്ങാൻ. അതുകൊണ്ട് മറന്നു പോകരുത്. അവിടെ നമ്മൾ സൂചിപ്പിക്കും, എങ്കിലും നമ്മുടെ ഓർമ്മയിൽ അഥവാ മനുഷ്യനല്ലേ ഞാൻ പറയാൻ വിട്ടുപോയാലും എൻ്റെ ഉസ്താദങ്ങൾ പറയാം മറന്നു പോക്കാൻ വേണ്ടി പറയട്ടോ. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്യും, പുരുഷന്മാരൊക്കെ ഹാൻഡ് ബാഗിൽ നമ്മളെ ഉംറ വസ്ത്രം വെക്കണം. അങ്ങനെ എല്ലാം വെച്ച് നമ്മൾ കയറ്റി വിട്ടും. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ലഗേജിനെ കുറിച്ച് വേറെ തന്നെ പറഞ്ഞിട്ടാ. നമ്മൾ നേരെ പോയി ഒരു ഉംറ ചെയ്ത് തിരിച്ചു വരാം. പോലെ റെഡി അല്ലേ? ഇനി നമ്മൾ അള്ളാഹുവിന്റെ ഹറമൊക്കെ ഏകദേശം അടുത്ത്. ആരും മനസ്സ് പോന്നിട്ടില്ലല്ലോ ഒന്നില്ലേ? ഇപ്പം എല്ലാവരും മനസ്സ് അള്ളാഹുവിന്റെ ഹറമ് പോയി കൊടുക്കാം. ഇനി നമ്മളെല്ലാവരും അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ 2 പള്ളിയുണ്ട്. ആ 2 പള്ളിയിൽ ഒന്ന് സ്ത്രീകള്, പുരുഷന്മാര്. അവിടെ കയറി ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വുളു എടുക്കുക. വുളു എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു നിയതിച്ച് നല്ല ആത്മാർത്ഥതയോടെ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. എന്നിട്ട് പുരുഷന്മാരൊക്കെ ഇഹ്റാം വസ്ത്രം മാറ്റുന്നു. വസ്ത്രം മാറ്റി കഴിഞ്ഞാൽ അപ്പം പിന്നെ 2 തുണി മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ തുണിയെല്ലാം മാറ്റിയിട്ട് നേരെ സ്ത്രീകളെല്ലാവരും മുഖം തുറന്നിടുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും നേരെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇഹ്റാം ചെയ്യുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നെയ്യെന്ന് പറഞ്ഞുതരും. അപ്പൊ മനസ്സിലെങ്ങനെ എന്ത് ചെയ്യാറ്, നമ്മൾ ഒറിജിനൽ ഇഹ്റാം ചെയ്യുമ്പോൾ ഉണ്ടാകണ്ട, അപ്പോഴേ നമുക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പൊ എല്ലാവരും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചൊല്ലിട്ടാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ
ബിഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മൾ സാധാരണക്കാരാണ്. ഈ നിയ്യത്ത് അങ്ങ് വെച്ച് കഴിയുന്നതോടെ അള്ളാഹുവിന്റെ സ്പെഷ്യൽ അതിഥികളായി ഇനി നമ്മൾ അള്ളാഹുവിന്റെ ഹറമിലേക്ക് പോവുകയാണ്. ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചിട്ട വന്നു പോവുകയാണ്. ആ നിയ്യത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഉംറ കഴിയുന്നത് വരെ പുരുഷന്മാര് ഈ 2 വസ്ത്രമല്ലാതെ ഒന്നും ധരിക്കാൻ പാടില്ല. അപ്പൊ പുരുഷന്മാര് ആ 2 വസ്ത്രമേ ആകെ ധരിക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് 2 വസ്ത്രം ധരിച്ചു പുരുഷന്മാര്. അത് കഴിഞ്ഞാൽ സ്ത്രീകൾ പിന്നീട് മുഖം മറക്കൽ ഹറാമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉംറ കഴിയുന്നത് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീകളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാല് ചില അത്ര നമ്മൾ പൂശൂല. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്മെല്ലുള്ള സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണം കഴിച്ച കയ്യുമ്പോൾ നെയ്യായി ഉണ്ടാവും, സോപ്പിട്ട് കഴുകാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നാൽ ആ സുഗന്ധമാണ് ഉദ്ദേശിക്കേണ്ട. അതേ സമയത്ത് സുഗന്ധമൊന്നും ഇല്ലാത്ത എന്തോന്ന് കഴിക്കാനല്ല ഉദ്ദേശം. അതായത് സുഗന്ധമായി കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, ഇഹ്റാമിലായിരിക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇഹ്റാമിനെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിന്റെ സ്പെഷ്യൽ അതിഥിയാണ് നമ്മൾ. അള്ളാഹുവിന്റെ സ്പെഷ്യൽ അതിഥിയാകുമ്പോ നമ്മുടെ സംസാരങ്ങൾ മോശമായി പോയാൽ അള്ളാഹു ഇഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ അധികരിപ്പിക്കേണ്ടത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇത് എത്രമാത്രം അധികരിപ്പിക്കുന്നുവോ അതിനു മാത്രം അവരുടെ ഉംറ അത്രമാത്രം സ്വീകാര്യ യോഗ്യമായിരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു കാര്യം എന്താണ്? നമ്മളെ സ്വാഭാവികമായിട്ട് പരിചയപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചർച്ചയാണ്. നമ്മൾ ഉംറ യാത്രക്കാവുമ്പോ പരിചയപ്പെട്ടു പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ പോക്കരെന്ന് പറയും, എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ അബൂബക്കർ എന്ന് പറയും, എന്റെ മോനും കെട്ടാനാണ്. ഏതായാലും നമ്മൾ പരിചയപ്പെട്ടല്ലേ, നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു സമ്പ്രദായം പലപ്പോഴും കണ്ടുവരാറുണ്ട്. തനിച്ച ഹറാമാണ്. അതായത് അങ്ങനെയുള്ള ചർച്ചകൾ പോലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പറ്റും, പക്ഷെ സ്നേഹം പറ്റൂല. എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പരിചയപ്പെടാം. ചില ഇത്താതാരെ സൂഫികളായിട്ട് മൊയിലേര് പറയണ ഇങ്ങാണ്ട് തിഞ്ഞു നാണിയാണ്ട് അങ്ങനെ പ്രശ്നമൊന്നും വേണ്ട. അവനാരെ പുതിയാപ്പിള ഒന്നും അവനാരെ പുതിയാപ്പിള. പക്ഷേ എന്തായി പോകാൻ പാടില്ല, ഇഹ്റാമിലാണ് ഞാൻ എന്നുള്ള ബോധം വേണം. ഇതൊക്കെ പലപ്പോഴും ഉണ്ടാവാൻ അനുഭവമാണ്. പ്രവാസികളായ ഭർത്താക്കന്മാര് നമ്മളെ ഇത്താത്താരെ വിടുന്ന പോയി കഴിഞ്ഞാല് ഈ സാധു ഇഹ്റാമിലായിരിക്കും ഉണ്ടാവാം. പ്രവാസിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ സ്നേഹനിധിയായ സഹധർമ്മിണി വരല്ലേ. അങ്ങനെ എന്തെയും അവര് സ്വാഭാവികം വരും, കൊണ്ടോൻ ചോദിക്കും, ആ കണ്ട സന്തോഷത്തില്. പക്ഷേ ഈ സഹോദരി ഇഹ്റാമിലാണ്, നമ്മൾ തനിച്ച ഹറാമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അങ്ങനെയുള്ള ഒന്നും തന്നെ പാടില്ല. ഇനി നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, തലമറക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ അടിവസ്ത്രം ഒന്നും ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെരുപ്പ്, ഇപ്പൊ നിങ്ങളൊക്കെ ഇട്ട ചെരുപ്പ് കുഴപ്പമില്ല, നമ്മളെ മടമ്പും തള്ളവിരലും കൂടെ ഒരുപോലെ മറയുന്ന ഷൂ പോലത്തെ ചെരുപ്പുകൾ പാടില്ല. അതുപോലെ ഇത്താത്താർ ശ്രദ്ധിക്കുക, മുൻകൈ മറക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ സഹോദരിമാർക്ക് പ്രധാനപ്പെട്ട ആ ഒറ്റ കാര്യമുള്ളൂ. ബാക്കിയൊക്കെ പൊതുവിൽ പറഞ്ഞാണല്ലോ, സുഗന്ധം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, നമ്മൾ ഓർമ്മയുണ്ടാവാം. ഇഹ്റാമിനാണല്ലോ നമ്മള് ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വരാൻ പാടില്ല.
മനസ്സിലായില്ലേ? ചിലപ്പോ ചിലർക്ക് ഉണ്ടാവും നമ്മളെ മുറി ഉണ്ടായിടണം, ആ മുറിയും ഇങ്ങനെ ഇതൊന്നുണ്ടല്ലോ ഉണങ്ങനെ, അതിങ്ങനെ വെറുതെ രസമായിട്ട് ഇങ്ങനെ മാന്താന്നല്ല പറയേ, ചൊറിയാന്നോ. ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരും മലപ്പുറക്കായ കുഴപ്പമില്ല, നമ്മളെ ലക്ഷദ്വീപ് അവരൊക്കെ ഉണ്ടാവും പ്രശ്നം. ഏതായാലും ആ സംഗതി അപ്പൊ ഇവിടെ രക്തം വരും, രക്തം വരാൻ പാടില്ല, മനസ്സിലായില്ലേ? ഹറാമാണ്. അതുപോലെ തന്നെ നഖം കടിച്ചാൽ പ്രശ്നമാണ്, നഖം കടിക്കാൻ പാടില്ല. നഖം കടിച്ച് പോന്നു കഴിഞ്ഞാൽ ഫിദ്യ കൊടുക്കണം, അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുടി നമ്മളുണ്ടല്ലോ വെറുതെ ഇങ്ങനെ ചെറുക്കണം, അങ്ങനെ ഇങ്ങനെ വലിക്കാതെ സംഭവം, അങ്ങനെ മുടി പോരാൻ പാടില്ല. അള്ളാന്റെ ഹറമിലുള്ള ഒരു ചെടികൾ പോലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ ഇഹ്റാമിനെ ശ്രദ്ധിച്ച് ഇങ്ങനെ സൂക്ഷ്മതയോടെ ആയിരിക്കണം പരിശുദ്ധ കഅബ നമ്മൾ കാണാൻ പോവേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പൊ എയർപോർട്ടിൽ ഇതെല്ലാം അറിഞ്ഞുല്ലേ, അങ്ങനെ നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ എല്ലാം ചൊല്ലി 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 നേരെ നമ്മൾ വിമാനത്തിൽ കയറാൻ വേണ്ടി പോവാണ് പോലെ. അങ്ങനെ ഇനി ഫ്ലൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു ഫ്ലൈറ്റ് ആണ് എല്ലാവരും സങ്കല്പിക്കുക, ഓക്കെ? അപ്പോ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സീറ്റുകൾ ഓരോരുത്തർ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം പോലെ ആയിരിക്കും സീറ്റ് ഇട്ടുണ്ടാവാം. അങ്ങനെ കയറി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഉണ്ടാകും, അവിടുത്തെ എയർ ഹോസ്റ്റസ് എന്തായാലും നിങ്ങളോട് ഇടിപ്പിക്കും, അത് നല്ല വിഷയം. കയറി കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റിന്റെ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരു ടീം, ചിലപ്പോൾ എൻ്റെ സീറ്റ് ഞാൻ സിംഗിൾ ആയതുകൊണ്ട് പോയി ബാക്കിലായിരിക്കും ഉണ്ടാവാം. നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങിയാൽ എനിക്കൊന്ന് പോകാൻ പറ്റും. ചില ഫ്ലൈറ്റ് ബാക്ക് ഡോർ ഉണ്ടാവും, അത് കൂടുതൽ ഫ്രണ്ട് ഓപ്പൺ ആക്കാം. ഇങ്ങനെ വരുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയവരുണ്ടല്ലോ, ഇവരിവിടെ താഴെ ഇറങ്ങിയ അവിടുന്ന് എയർപോർട്ടിന്റെ അതോറിറ്റിക്ക്, അതായത് ഹെഡ് കേന്ദ്രത്തിലേക്ക് ബസ്സിലാ പോവാ. മനസ്സിലായി? നമ്മൾ ഈ കരിപ്പൂരിനെ പോലെ ചെറുതല്ല, വിശാലമായതാണ്. അപ്പൊ ഇവിടെ ഇറങ്ങിയവരെ ബസ് കൊണ്ടുപോകും. അപ്പോ കുറച്ചുകൂടെ നമ്മൾ മൊയിലേര് വന്നിട്ടില്ലല്ലോ എന്നെങ്ങാട് വെപ്രാളപ്പെടണ്ട. ഇത് ഞാൻ പലപ്പോഴും കണ്ട അനുഭവമാണ്. ഞാനിങ്ങനെ മന്ദമാരുതനായിക്കൊണ്ട് ബാക്കിൽ നിന്ന് വരികയായിരിക്കും. അപ്പൊ ഇവിടെ ഓരോ ഇത്താത്താർ ആക്റ്റീവ് ആയിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ഇത്താത്താരെ ഈ പോലീസുമാർ വന്ന് ബസ് കയറും, ഇവര് ആ കൈയിട്ടടിക്കുക, എന്തേലും പറയാ അറിയണ്ടേ. അപ്പൊ ആ കൈയിട്ട് എന്ത് ഉസ്താദ് അവർക്ക് കയറ്റു വരും. ഇങ്ങനെ കയറ്റുമ്പോ നിങ്ങൾ ആരും വിഷമിക്കണ്ട, കയറിക്കോളൂ പൊയ്ക്കോളൂ. എനിക്ക് ഇവിടെ ചാടി പോരാൻ പറ്റുമല്ലോ. ഇത് ഞാൻ പറഞ്ഞത് അനുഭവം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓർമ്മയുണ്ടാവണം, അന്ന് മുസ്ലിയാർ എങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബസ്സിൽ കയറാൻ നേരം അങ്ങോട്ട് പോവാ, ഒരു പ്രശ്നമില്ല. അവിടെ എത്തി കഴിഞ്ഞാൽ എല്ലാവരും ഒരേ കേന്ദ്രത്തിലേക്ക് എത്താം കേട്ടാ. അപ്പൊ ആ കാര്യം മനസ്സിലായി. ഇപ്പൊ നമ്മൾ എല്ലാവരും ജിദ്ദ എയർപോർട്ടിൽ എത്തി, ഇറങ്ങില്ലേ? വേഗം ഇറങ്ങിയ വേഗം പോകേണ്ട അള്ളാന്റെ ഹറമൊക്കെ. ഏതായാലും ഇപ്പൊ നമ്മൾ എല്ലാവരും ജിദ്ദ എയർപോർട്ടിൽ എത്തി. ജിദ്ദ എയർപോർട്ടിലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന്. ഇപ്പൊ ഞാൻ എയർപോർട്ടിൽ എത്തിയ കാര്യം പറഞ്ഞില്ല. പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ക്യാമറക്ക് ഫേസ് ചെയ്യണം. അതിപ്പോ പറഞ്ഞൊരു കാര്യമില്ല, അത് അവിടെ എത്തുമ്പോൾ നമ്മൾ അവസരം ചെയ്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് ഫ്രീ സിം പറഞ്ഞ ഒരുപാട് പേര് വരും. അപ്പോ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? എന്താ നമ്മളെ പ്രത്യേകത അറിയില്ല? അതായത് ഫ്രീ കിട്ടുന്ന ഒന്നും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തില്ല. ഇങ്ങനെ ആരെല്ലാം ഉദ്ദേശിച്ച് പൊതുവിൽ പറയാം, നമ്മൾ ഫ്രീ ആയി കിട്ടാൻ ഓട്ടോമാറ്റിക്കും എന്താ ചെയ്യല്, അത് പോയിട്ട് ആ ഫ്രീ കിട്ടണമല്ല, നഷ്ടപ്പെടുത്തണം. നമ്മൾ ആ ഫ്രീ സിം കൊണ്ട് ഫിംഗർ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം, ഇങ്ങനെ വെക്കുന്ന 90% സിമ്മുകളും മക്കയിൽ വർക്ക് ചെയ്യാറില്ല. അതാ പറഞ്ഞോണ്ട് വിഷയം. അപ്പൊ നമുക്ക് പിന്നെ ഒരു സിം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഫിംഗർ ഓൾറെഡി ഇൻ യൂസ് എന്ന് കാണിക്കും, എന്താണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, അവിടുന്ന് സിം എടുക്കാതെ ഇതെന്താ പറയാൻ, ഞാൻ അകത്തുനിന്ന് വരുന്നുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഇവിടെ എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ അതൊക്കെ പറഞ്ഞിട്ടും ഞാൻ അകത്ത് പുറത്തിറങ്ങി ഉസ്താദ് സിം കിട്ടി, സന്തോഷം കൊണ്ട് എന്നോ പറഞ്ഞാണ്. അവരെ സാധുക്കൾ നിരപരാധി സന്തോഷമാണ്, പക്ഷെ അത് പെട്ടു. അതുകൊണ്ടാണ് ഓർമ്മയുണ്ടാവാം. അങ്ങനെ ഇപ്പൊ നമ്മളെല്ലാവരും ജിദ്ദ എന്ന് പറഞ്ഞാൽ ജദ്ദ, നമ്മുടെ വല്യമാന്റെ നാട്. വല്യമാനെ കാണാൻ പോണ്ടേ? നിങ്ങളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ പോവാ, വല്യമാനത്ത് പോകണം. നമ്മുടെ വല്യമ്മല്ലേ, ഞങ്ങൾ ആലോചിച്ചോക്കി. ഒറ്റ കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് വല്യമാരുടെ സങ്കല്പിക്കാം. നമ്മൾ ഏതോ നാട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നാണെന്ന് സങ്കല്പിക്കാം. അല്ലെങ്കിൽ നമ്മളെ വിവാഹം കഴിച്ച സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ അവിടെ വല്യമ്മണ്ട്, അപ്പുറത്തെ വീട്ടിലാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ നമ്മൾ. ആ വരുന്ന സമയത്ത് വല്യമ്മാന്റെ അടുത്ത് വരാതെ പോയി കഴിഞ്ഞാൽ വല്യമ്മാനെ മനസ്സ് വേദനിക്കും. ഉമ്മാനെക്കാളും വേദന വല്യമാർക്കാണ്. ഈ പേരക്കുട്ടികൾ ഭയങ്കര മഹബത്തുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ വല്യമ്മ ജിദ്ദയിലുണ്ട്. നിങ്ങൾ എന്താ ചെയ്യാ, ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരും ഉന്മേഷം പോലെ അവിടെയൊക്കെ കാണാൻ പോകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
അങ്ങനെ നമ്മൾ അവിടുന്ന് പരിശുദ്ധമായ ഹറമിലേക്കുള്ള യാത്രയാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധമായ മക്കയിലേക്ക് എത്തിച്ചേരും. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇങ്ങനെ അധികരിപ്പിച്ചു മനസ്സുകൊണ്ട് പരിശുദ്ധമായ ഹറമിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ഏകദേശം ഓടുമ്പോഴേക്കും പരിശുദ്ധമായ ഹറമിൽ നമ്മൾ എത്തും. എത്തിക്കഴിഞ്ഞ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് റൂമിലേക്കാണ്, നമ്മുടെ റൂമിലേക്ക് ഇട്ടാം. അപ്പോ നമ്മൾ റൂമിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ റൂമിനെ കുറിച്ച് പറയട്ടെ, അത് അവസരോചിതമായി പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പരിശുദ്ധമായ ഹറമിന്റെ മുറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദൂരം ഉണ്ടാവും. പോയവർക്ക് എല്ലാവർക്കും അറിയാം ഹറമിന്റെ മുറ്റം അത്യാവശ്യം ദൂരം ഉണ്ടാവും. നമ്മളെ റൂം അടുത്തുണ്ടാവാം. അടുത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെന്ത് വിചാരിക്കരുത്, നിങ്ങൾ ഈ മുറ്റത്ത് ഇറങ്ങി അപ്പുറത്ത് നമ്മൾ റൂമെത്തി വിചാരിക്കരുത്. പക്ഷെ മലയാളികൾ താമസിക്കുന്ന അടുത്ത ഭാഗം, അത് നിങ്ങൾക്ക് അവിടുത്തെ പോലെ ഞങ്ങൾ കൂടെ ഇല്ലേ, മറ്റേ ട്രാവൽസും മുതിരും വേറെ ഞാൻ തന്നെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏത് നട്ടപ്പാതിലും, ഞാൻ പറഞ്ഞ വാക്കെന്ന് കേട്ടോളി, ഏത് നട്ടപ്പാതിലും നിങ്ങൾക്ക് ഹറമുക്ക് പോകണം ഈ ഉമ്മാർക്ക് തോന്നിയാൽ, ഉപ്പാർക്ക് തന്നെ കുഴപ്പമില്ല, ഒരു ഉമ്മാക്ക് തോന്നിയാൽ ഒറ്റയ്ക്ക് പോവാം. ഓക്കെ, പഠിച്ചോനെ എങ്ങനെ പോവാ ബുക്ക് ചെയ്ത ഹോട്ടലിലോണ്ടല്ലേ ധൈര്യം പറഞ്ഞ്. അതിന് വിഷയം എന്താ പറയാ പറയട്ടെ, ഹറം ഇപ്പോഴത്തെ മക്കന്റെ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഹറമിന്റെ മുറ്റത്തുനിന്ന് നമ്മളെ റൂമിലെടുത്ത് കുറച്ച് ദൂരം നടന്നാൽ ഉള്ള റൂമുണ്ട്, അടുത്തുള്ള റൂമുണ്ട്. അടുത്തുള്ള റൂം ചെറിയൊരു കയറ്റത്തിലാണ്. ആ കയറ്റത്തേക്ക് എന്തുണ്ട്, ഇലക്ട്രിക് വണ്ടിയുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടും വേണ്ട, നമ്മളിത് ആ കയറ്റത്തിലാണ്. അവിടെ ഇതുവരെ പോയെന്ന് വെച്ചാൽ ഇല്ലെന്നു, ഇപ്പം ഇന്നൊക്കെ അവിടെ നിന്ന് വന്ന അപ്ഡേഷൻ അവിടെ വണ്ടി സംവിധാനമൊക്കെ ആയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഹറമിൽ പോവാം. ഹറമിൽ പോയി മാക്സിമം മുതലാക്കാം കേട്ടാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇപ്പൊ നമ്മളെല്ലാവരും മക്കയിലെത്തിയില്ലേ, പരിശുദ്ധമായ മക്കയിലെ നമ്മളെല്ലാവരും റൂമിൽ, നമ്മളെല്ലാവരും ഹോട്ടലിൽ ഇറങ്ങി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഒരിക്കൽ ഉണ്ടെങ്കിൽ അവിടുന്ന് പറയുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആവും. അതിനാണ്, അല്ലാതെ ഇപ്പൊ എല്ലാം കൂടി കാണാൻ പഠിക്കാൻ കഴിയൊന്നുമില്ല. മനസ്സിലായില്ലേ? എല്ലാം കൂടി കാണാൻ പഠിക്കൊന്നും പോസിബിൾ ആയ കാര്യമല്ല. ഏതായാലും നമ്മളിപ്പോ മക്കയിലെ എല്ലാവരും ഉള്ള കേട്ടാ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തരും. ഇത് ഹസനന്റെ കാർഡ്, ഇതെല്ലാം തരാം. അവിടുത്തെ ഹോട്ടലിന്റെ കാർഡാണ്. ഇതെന്താ അറിയോ, നമ്മളിപ്പോ നിലവിലിപ്പുള്ള ഈ സ്റ്റേജിലുള്ള അല്ലേ, ഇത് ഇടാത്തോട്ടുണ്ടോ? ഇത് ഇട്ടാന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ കണ്ടുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിലവിലുള്ള ഈ സ്റ്റേജിലാണ്. ആ ഇതും കൂടി തരും. ഇതെന്താ വെച്ചാല് ഇപ്പൊ ആ ഇത്താത്ത കുടുങ്ങിയല്ലേ, ആ ഇത്താത്തക്കൊക്കെ പോകാൻ കാരണം തരാം. ആ ഇത്താത്ത കായന്റെ കയ്യിൽ അന്ന് അത് ഉണ്ടല്ലോ. അപ്പൊ എന്ത് സംഭവം, അത് 3 ഇത്താത്താരാണ്. അവർ 3 ആളും എപ്പോഴും ഒരുമിച്ചുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉസ്താദെ 3 കാർഡും 3 കാർഡത്തിന് 3 കാർഡും പോകണ്ട അയച്ചു ഒരാളെ ബാഗ് വെച്ച് കൊടുത്തത്. ആ 2 ആൾക്കാർ മാറി ഇവിടെ പേരും പോയി. എന്താ അവസ്ഥ ആലോചിച്ചെങ്കിൽ വിശാല മനസ്കരിയാണ് സംഭവിച്ചത്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് ഈ കാർഡ് ഉണ്ടല്ലോ നമ്മുടെ ഹോട്ടലാണ്. നമ്മുടെ ഹോട്ടല് നമ്മുടെ സഫൂത്ത് അജിയ എന്ന് പറഞ്ഞ ഹോട്ടൽ, ആ ഹോട്ടലിൽ കാണാം. നമ്മ എവിടെ കുടുങ്ങിയാലോ ഒരു ടാക്സിക്കാരനൊക്കെ ഇതാണ് കാണിച്ചു താൻ, ടാക്സിക്കാർക്ക് വേഗം മനസ്സിലാവും നിങ്ങളെ കറക്റ്റ് ഹോട്ടലിൽ നമുക്ക് കൊണ്ടാക്കും. ഈ ടാക്സി പോട്ടെ, നമുക്ക് ആരോടെങ്കിലും ഒന്ന് മിണ്ടണമെങ്കിൽ ഇനി സംസാരിക്കാൻ കലാമില്ലെങ്കിലും ഇത് കാണുകൊടുത്താൽ ആരെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി നമ്മൾ സ്ഥാപനം കാണിച്ചു. ഇത് ഇന്റർനാഷണൽ കാര്യങ്ങൾക്കാണ്. ഇതാണ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എത്താൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉമ്ര നടന്നു കൊടുക്കാം, ഒരു ഉമ്മ മിസ്സായി, ഈ ഉമ്മാക്ക് ഇന്ന തോഫിൻ്റെ ഇടയിൽ വിളിച്ചാൽ ഞാൻ ഈ തോഫിൽ നിൽക്കുക, ഈ ഉമ്മാനെ കൊണ്ടുവരാൻ പോവാ, ഒക്കെ പ്രശ്നമല്ലേ? അപ്പം പിന്നെ ആ ഉമ്മ ഇവിടെ കാത്തിക്കണ്ടേ? അതിനേക്കാൾ എളുപ്പം എന്താ, ഇത് കാണിച്ചു കൊടുത്താൽ നേരെ റൂമിലെത്തിന് സേഫ് ആയില്ലേ? അതുകൊണ്ട് ഈ സാധനം കിട്ടും, നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്ത് വെക്കട്ടാ. സ്ത്രീകൾക്ക് വേറെ റൂം, പുരുഷന്മാർക്ക് വേറെ റൂം കേട്ടാ, നമ്മളെ ഫെസിലിറ്റി മതി. ഏറ്റവും നല്ല സൗകര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും ഇൻഷാ അല്ലാഹ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മൾ റൂമിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു. ഇപ്പം പോയി ഉംറ ചെയ്ത് പോരട്ടാ, മറ്റേ നമ്മളിപ്പോൾ ഇഹ്റാമിലല്ലോ, എല്ലാവരും ആ മനസ്സിലല്ലേ. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ ഉംറയിൽ എന്തായി, മക്കയിലെത്തി, റൂമിലെത്തി, റെസ്റ്റ് എടുത്തു, ഒന്ന് ഫ്രഷായി. ഇനി നമ്മൾ പോകുന്ന പരിശുദ്ധമായ ഹറമിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി അല്ലെ. ഒരുപാട് കാലം നമ്മൾ കാത്തിരുന്ന കൊതിച്ചിരുന്ന പരിശുദ്ധമായ കഅബാലയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയ കാലം മുതലേ പരിശുദ്ധമായ കഅബയിലേക്ക് നോക്കിയിട്ടാ തിരിഞ്ഞാൽ നിസ്കരിക്കുന്നത്. ആ കഅബാലയത്തിലേക്ക് അന്നു മുതൽ തുടങ്ങി ഇന്നും നമ്മൾ സുബ്ഹി വരെ നിസ്കരിച്ചത് ഈ പരിശുദ്ധ ഖിബലയിലേക്കല്ലേ പ്രിയമുള്ളവരെ. ഈ ഖിബല എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പാന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ, ഹബീബിന്റെ ചുണ്ട് കൊണ്ട് ചുംബനം ചെയ്ത, ഹബീബിന്റെ കൈകളെ കൊണ്ട് സ്പർശിച്ച സ്വഹാബത്ത് എല്ലാവരും വലിയ മഹത്വങ്ങൾ എടുത്തുപോയ ബറക്കത്തുള്ള ഒരു ഇടമാണ് പരിശുദ്ധമായ കഅബാലയം. നമ്മുടെ ഉസ്താദുമാരെ പറയുന്നതായി കാണാം, നിങ്ങൾ ആദ്യമായി പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ നിങ്ങൾ ചോദിച്ചോളൂ, റബ്ബ് തട്ടൂലത്രേ, ഒരിക്കലും തട്ടൂല.
അത്ര മഹത്വമുള്ള അമൂല്യമായ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക്, നമ്മുടെയൊക്കെ ഹെഡ് ഓഫീസിലേക്ക് അള്ളാഹ് നമ്മളെ എത്തിക്കുകയാണല്ലേ. നമ്മളെ മനസ്സുകൊണ്ട് എത്തിയില്ലേ? എവിടെയും തടസ്സങ്ങളൊന്നുമില്ലാതെ അള്ളാഹു എത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നമ്മളിങ്ങനെ വരുമ്പോ ദൂരെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ കഅബയെ കാണും. പക്ഷെ ആ കാണൽ എങ്ങനെയാണ്? കുറച്ചു ഭാഗം കാണാം. കാരണം ഒരു മുകളിൽ താഴേക്ക് ഇറങ്ങുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയും, എല്ലാവരും താഴേക്ക് നോക്കൂ എന്ന് പറയുമ്പോ താഴേക്ക് ഇങ്ങനെ നോക്കി പോയി പരിശുദ്ധമായ ത്വാഫ് ചെയ്യുന്ന സ്ഥലം അവിടെ എത്തുമ്പോ നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെത്തുമ്പോ ഞാൻ പറയും, നല്ല നമ്മളെല്ലാവരുടെയും നല്ല മഹത്തായ ആഗ്രഹങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് പരിശുദ്ധമായ കഅബയിലേക്കൊന്ന് നോക്കൂ എന്ന് പറയുമ്പോ, പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, മനസ്സിൽ അല്പമെങ്കിലും ഈമാനുള്ള ഏതൊരു മുഅ്മിനിന്റെയും ഹൃദയം പിടക്കുന്ന സമയമാ. കാരണം എന്ത്? ഇതിനേക്കാളും അപ്പുറം ദുനിയാവിലില്ല ഏറ്റവും വലിയ സ്ഥലത്തല്ലേ നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ആ സമയത്ത് നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അല്ലാഹ് സ്വീകരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഉസ്താദ് എന്തായാലും പറഞ്ഞല്ലേ, എന്ത് പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. എന്റെ മോളെ വിവാഹം കുറെ കാലമായി ശരിയാവുന്നില്ല, അള്ളാഹുവേ ശരിയാക്കി തരണേ എന്നുള്ള ദുആ അല്ല ദ്വാരക്കേണ്ടത്. ആദ്യമായി ദ്വാരക്കേണ്ടത് എന്താ? അല്ലാഹുവേ, ഞാൻ ഒരുപാട് കാലം സ്വപ്നം കണ്ടിരുന്ന പരിശുദ്ധമായ ഹറമിലേക്ക് ഈ സാധുവിനെ, ഈ പാപിയായ എന്നെ നീ എത്തിച്ചു. റബ്ബേ, ഇവിടുന്ന് അങ്ങോട്ട് 15ഓളം ദിവസം ഞാൻ പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഉണ്ട്. എല്ലാ നിലക്കും നല്ല റാഹത്തോടെ സിയാറകൾ ചെയ്യാനും അമലുകൾ ചെയ്യാനും ഇവിടെ നടക്കുന്ന എല്ലാ മുക്കുമൂലകളും ചെന്നുകൊണ്ട് ചരിത്രങ്ങൾ കാണാനുമുള്ള ആരോഗ്യം നൽകണേ അല്ലാ എന്നങ്ങ് നമ്മൾ ആത്മാർത്ഥമായി ദുആർക്കാം. എന്നിട്ട് വീണ്ടും ദുആർക്കാം, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ദുആ ചെയ്യുന്ന എല്ലാ ദുആകളും സ്വീകരിക്കണേ അല്ലാ എന്നങ്ങ് നമ്മൾ പരിശുദ്ധമായ മത്വാഫിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഈ ദുആ മതി നമ്മുടെ 15ഓളം ദിവസത്തിന് ആരോഗ്യം ലഭിക്കാൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പലർക്കും പനി വരാറുണ്ട്, കിടപ്പിലാവാറുണ്ട്, പലർക്കും അസുഖങ്ങൾ കാരണം ജബലുന്നൂരിൽ പോകുമ്പോൾ ഉസ്താദെ സുഖമില്ല, അങ്ങനെ കിടപ്പിലാവാറുണ്ട്. ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ നിലക്കും ആരോഗ്യവാന്മാരായിക്കൊണ്ട് ആ 15 ദിവസം നമ്മൾ ഉപയോഗിച്ച് മുതലാക്കിയവരാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പൊ നിൽക്കുന്നത് പരിശുദ്ധമായ മത്താഫിലെ. ആലോചിച്ച് നോക്കി, പരിശുദ്ധമായ മത്താഫ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു അമൽ ചെയ്താല് മഹാന്മാര് പല അഭിപ്രായം. 10 ലക്ഷം നിന്ന് ഇപ്പൊ അടുത്ത ഉസ്താദുമാർ അമീർമാരെ സംഘമുണ്ടായി. അതിൽ വെച്ചുകൊണ്ട് ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞെന്താ അറിയോ? മത്താഫിൽ വെച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമി മത്താഫ് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു അമൽ ചെയ്ത 1 കോടിയാണ് പുണ്യം. അതിന് വ്യക്തമായ കിതാബിൽ ഇബാറത്തുണ്ട്. അത്ര പുണ്യമുള്ള സ്ഥലത്താണ് നമ്മളുള്ളത്. മനസ്സിലായി? എന്ത് ചോദിച്ചാൽ അള്ളാഹ് തട്ടൂല. അള്ളാഹ് കബൂലാക്കട്ടെ. അങ്ങനെ നമ്മൾ പരിശുദ്ധമായ മത്താഫിൽ ഇപ്പൊ എല്ലാവരും ഇഹ്റാം വസ്ത്രത്തിലല്ലേ ഉള്ളത്. പുരുഷന്മാരല്ലേ, സ്ത്രീകളെ മുഖം മുൻകൈ മറച്ചില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഉംറ ചെയ്യാന്നല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉംറ ചെയ്യല്ലേ, മനസ്സുകൊണ്ട് ഉംറ ചെയ്യല്ലേ? റെഡി അല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉഷാറായില്ലേ? സത്യം കഴിച്ചു നമ്മള്. ഭക്ഷണം കഴിച്ചാൽ അവിടെ ആദ്യം ഫുഡ് ഉണ്ടാവണ്ട. മറ്റേ നിങ്ങൾ ഈ പ്രായമുള്ളമാരും പറയും നിങ്ങൾ കൊണ്ടുപോകുമ്പോ ഭക്ഷണം കറക്റ്റായില്ലേ കഴിഞ്ഞ കാര്യം വൃത്തി പോലെ ഉണ്ടാവും, ഒന്നും വിഷമം ഉണ്ടാവില്ല. അത് തോന്നില്ലേ? കോൺഫിഡൻസ് ഇല്ലേ? മാറാവട്ടെ. അപ്പോ പറഞ്ഞുകൊണ്ടത് ഇപ്പൊ നമ്മളെല്ലാം നല്ല ഉന്മേഷം എന്ത് ചെയ്യണേ? നമ്മൾ നേരെ പ്രഭാതത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോവാം. കാരണം എന്താ വെച്ചാൽ പ്രഭാതത്തില് രാത്രി നല്ല തിരക്കുണ്ടാവും. അപ്പൊ രാത്രിക്കൊന്ന് തിരക്കേറി സുബീസ്ക്ക് ഇങ്ങോട്ട് പോരും. സുബീന്റെ ടീംസ് അങ്ങോട്ട് പോകുന്ന ടൈമുണ്ട്. അപ്പൊ ചെറിയ ഇടവേള നല്ല സുഖമായി നമുക്ക് എന്താ ചെയ്യുക, അവിടുന്ന് ഉംറ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ആ സമയത്ത് നമ്മൾ പോകും. ഇനി ഞാൻ ആദ്യം കഅബയുടെ മൂലയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തില്ല. എന്നിട്ട് നമുക്കിത് അറിയാഞ്ഞാല് എവിടുന്ന് തുടങ്ങാൻ എവിടെ അവസാനിക്കാൻ അറിയില്ല. മനസ്സിലായില്ലേ? മുമ്പൊരിക്കൽ വേറെ വ്യക്തിയുടെ ത്വാഫ് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. അവര് കേട്ടെന്താണ് 7 ത്വാഫ് ചെയ്യണം. അവരിങ്ങനെ വന്നു, ഇങ്ങനെ ഇവിടെ അവര് വന്നപ്പോൾ കറക്റ്റ് എത്തി ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ 7 ചെയ്തു, 7 ആ 7 കൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത് പരിശുദ്ധമായ കഅബാലയം. ഈ കഅബാലയത്തിന്റെ ഈ കാണുന്ന കോർണറിനെ പറയുന്നതാണ് റുക്നുൽ അസ്വദ് എന്ന് പറഞ്ഞാല് ഹജറുൽ അസ്വദ് ഈ കാണുന്ന ഭാഗത്തുണ്ടാവും. ഓക്കെ, ഈ കാണുന്ന ഭാഗത്ത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗത്തെ പറഞ്ഞാൽ റുക്നുൽ യമാൻ. റുക്നുൽ യമാൻ ഇത് റുക്നുൽ അസ്വദ്. ഇതിൽ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ് കേട്ടോ.
അപ്പൊ നമ്മൾ റുക്കുനുൽ അസ്വദ് ആവുന്ന ഹജറുൽ അസ്വദ് എന്ന ആ പുണ്യമാക്കപ്പെട്ട കല്ല് ചുംബിക്കണ്ടേ? അല്ലോ, നിങ്ങൾ അങ്ങനെയൊക്കെ സ്പിത്തായി ഞാൻ പിന്നെ നിങ്ങള് നാട്ടിൽ നിങ്ങളൊക്കെ പറഞ്ഞു ഇവിടുത്തെ സഹകരണമല്ല. ആദ്യം പറയട്ടെ, ഹജറുൽ അസ്വദ് മുത്താന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ മുത്തിക്കാന്നുള്ള അങ്ങനത്തെ എത്തിയിരിക്കരുത്. നമ്മൾ ദ്വാരക്കാം, നിങ്ങൾ കൂടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ തോപ്പി അള്ളാഹുവിന് തോപ്പി കൂടെ കഴിഞ്ഞ ബാച്ചിൽ ഒരു ഉമ്മാക്ക് അരീക്കോടുള്ള ഒരു ബീവി ഉണ്ട്. ആ ബീവിക്കല്ല എല്ലാവർക്കും ചുംബ കഴിഞ്ഞു. ഈ താതാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ, കാരണം അവരെ പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് പോകുമ്പോൾ കിട്ടാം ഇൻഷാ അല്ലാഹ്. അപ്പോ റുക്കുനുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഇവിടുന്നാണ് നമ്മൾ തവാഫ് തുടങ്ങേണ്ടത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റി വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഒരു ചുറ്റു പൂർത്തിയാവാം. ഓക്കെ, തുടങ്ങേണ്ട സ്ഥലമായിട്ടത്. അപ്പോ ഇനി ഞാൻ അഥവാ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും, റുക്കുനുൽ അസ്വദിന് തുടങ്ങാം, ഹജറുൽ അസ്വദിന് അവിടെ തുടങ്ങി. അത് മനസ്സിലാവില്ല. എങ്ങനെ അറിയോ? മത്താഫ് പോയാൽ ഒരു കൂട്ടം എപ്പോഴും ഉണ്ടാവില്ല. അത് 24 മണിക്കൂർ ആ ഏതാ ഭാഗം നോക്കാം, അത് ഇവിടെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരു കൂട്ടം ഉണ്ടാവുള്ളൂ, അത് മാറൂല. പാതിരത്തി പോയാൽ കൂടും, പകല് പോയാലും ഉണ്ടാവൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ തുടങ്ങി ഇങ്ങനെ ചുറ്റി ഇവിടെ എത്തുമ്പോൾ ഒരു ചുറ്റ്, അങ്ങനെയുള്ള 7 ചുറ്റുകളാണ് നമ്മൾ ചുറ്റേണ്ടത്. അപ്പോഴാണ് ഒരു ഉംറയിലെ ഒരു തവാഫ് പൂർത്തിയാവാം. അപ്പൊ ഇതിനു മുമ്പ് അപ്പൊ ചുറ്റാൻ രൂപം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചുറ്റലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചുറ്റാൻ തുടങ്ങുമ്പോൾ ഇവിടുന്ന് നമ്മൾ സ്വാഭാവികമാണ് നമ്മൾ ഫർദലിട്ടുണ്ടാവാ. അപ്പൊ നമ്മൾ സ്വാഭാവികം ഈ കോർണറിലപ്പോ നമ്മൾ എല്ലാവരും ഉള്ളത്. ഓക്കെ, എല്ലാവരും എത്തിയില്ലേ? ഇവിടെ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഹജറുൽ അസ്വദിലേക്ക് നോക്കി ഇങ്ങനെ വലത് കൈയിനെ ഇങ്ങനെ പിടിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇത്താത്താരുടെ ഫർദ, ഇവിടെ നിന്നുണ്ടല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ഫർദ ഈ മണിബന്ധത്തിൽ നിന്നും അല്പം താഴേക്ക് ഇറങ്ങിയാൽ തന്നെ ആ തുടക്കം തന്നെ ബാത്തിലായി എന്ന് പറഞ്ഞാൽ കാണാൻ പാടില്ല. അതുകൊണ്ട് ഇത്താത്താർ ശ്രദ്ധിക്കുക. ഷോക്സ്, ആ സാധനല്ലേ, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, എനിക്ക് എന്താ സംഗതി മനസ്സിലായില്ലേ? ആ സംഗതി അത് എന്തായാലും എല്ലാവരും വാങ്ങാം. ഉപയോഗിച്ച് ശീലമില്ലാതെ ഉപയോഗിക്കട്ടോ. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഇത്താത്ത ആ കാര്യം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം, പുരുഷന്മാര് നമ്മള് 2 വസ്ത്രം ധരിക്കാണ്ടല്ലേ? അപ്പൊ തുവാപ്പില് വലത് ചുമല് തുറന്നിടണം. എവിടെ? അപ്പൊ തുവാപ്പില് ഇപ്പൊ നിലവില് നമ്മളുള്ള രൂപം എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്. നിലവിൽ നമ്മള് തവാഫിന്റെ നിയ്യത്ത് വെക്കുന്നത് വരെ ഇങ്ങനെയുള്ളത്, ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മൾ തവാഫിന്റെ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലത് ചുമല് തുറന്ന് ഇങ്ങനെ ഇടാം. ഈ വലത് ചുമല് തുറന്നിടണം. ഇനി മറ്റൊരു കാര്യം എല്ലാം ശ്രദ്ധിക്കാതെ പൊതുവെ ഉള്ളതാണ്, അതായത് എപ്പോഴും നമ്മുടെ ഇടത് ചുമലിലായിരിക്കണം പരിശുദ്ധമായ കഅബാലയ തവാഫില് ഇടത് ചുമലിലായിരിക്കണം എന്നിട്ടാ ആ കാര്യം ഓർമ്മയുണ്ടാവാം.